സ്റ്റാറ്റ്യൂട്ടറിലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ. ആ അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് അപ്പാർട്ട്മെന്റ് ഓണർഷിപ്പ് ആക്ട് 1983 പ്രകാരമാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതാണ് ബേസിക് ആയിട്ട് ലീഗൽ റിക്വയർമെന്റ്. ഇപ്പൊ നമുക്ക് നേരത്തെ മുമ്പേ തന്നെ നമുക്ക് കേസ് വന്നപ്പോൾ തന്നെ നമ്മൾ അതായത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. അത് പ്രോക്സി വോട്ട് വേണമെന്ന് പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു സെക്രട്ടറി അദ്ദേഹമാണ് അങ്ങനെ കോൾ ഫോർ ചെയ്തപ്പോഴാണ് നമ്മൾ കോടതി വെച്ച് ഇന്റർമെഡിൽ ചെയ്തു, അതിനെ സ്റ്റേ ചെയ്ത് നിർത്തിയത്. അതിപ്പോഴും പെൻഡിങ് ആണ്. ഇനിയിപ്പോൾ അത് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്, ആ കേസ്, അതായത് ട്രയലിലേക്ക് വന്നിട്ടുണ്ട്. ഇൻ ദ മീൻ ടൈം ഞാൻ എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾക്കാരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ശരിക്കു പറഞ്ഞാല് ഈ പറയുന്ന ബൈലോയും ആ പറയുന്ന കേൾക്കുന്നുണ്ടോ? അപ്പോ എന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു വന്നത്? അതെ, നമ്മുടെ അസോസിയേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പാർട്ട്മെന്റ് ഓണർഷിപ്പ് ആക്ട് പ്രകാരമാണ് ചെയ്യേണ്ടത്. നിലവിലുള്ള അൽസ സ്പ്രിംഗ്ഫീൽഡ് അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന ആ സംഘടന എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് വെച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് ചാരിറ്റി പർപ്പസിന് സൊസൈറ്റീസ് ഓഫ് രജിസ്ട്രാർ ഓഫ് സൊസൈറ്റീസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സാധനമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ് ഓണേഴ്സിന് അസോസിയേഷന് വേണ്ടിയുള്ളത്. അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ടുള്ളത് അപ്പാർട്ട്മെന്റ് ഓണർഷിപ്പ് ആക്ട് 1983, അപ്പാർട്ട്മെന്റ് ഓണർഷിപ്പ് റൂൾ 1984, രണ്ടെണ്ണം ഉണ്ട്. അതായത് ആക്ട് എന്ന് പറയുന്നത് സബ്സ്റ്റാൻറ്റീവും റൂൾ എന്ന് പറയുന്നത് ഹൗ ഇറ്റ് ഈസ് ടു ബി ഇംപ്ലിമെന്റഡ്. ഇതാണ് ആക്ടും റൂളും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഇത് പ്രകാരം ചെയ്യണമെന്നാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതിനെ സംബന്ധിച്ച് ഈ അപ്പാർട്ട്മെന്റ് ഓണർഷിപ്പ് ആക്ട് ഗവൺമെന്റ്, അതായത് നമ്മുടെ സംസ്ഥാന ലെജിസ്ലേച്ചർ പാസ്സാക്കി 1983, ആ റൂളും പാസ്സാക്കി 1984. പക്ഷെ അപ്പോഴും നമുക്ക് പറ്റിയെന്ന് പറഞ്ഞാല് സബ് രജിസ്ട്രാർ ഓഫീസിൽ ആണ് രജിസ്റ്റർ ചെയ്യണമെന്ന് സ്റ്റാറ്റ്യൂട്ട് പറയുന്നുണ്ട്. അപ്പൊ ആ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനം ഗവൺമെന്റ് ഇക്കാലം അത്രയും ഒരുക്കിയിട്ടില്ല. ഞാൻ ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞില്ല, സർക്കാർ തലത്തിൽ ഇതുവരെയും വന്ന ഗവൺമെന്റുകളൊന്നും തന്നെ അത് നടപ്പിൽ വരുത്തിയിട്ടില്ല. അപ്പോ അത് നടപ്പിൽ വരുത്താത്തത് കൊണ്ട് കൊച്ചിയിലെ ഒരു അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിച്ചു. ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് സാർ ഉൾപ്പെടുന്ന ബെഞ്ചാണ് അതിൽ ഒരു വിധി വന്നത്. അതായത് ആ വിധി വന്ന, എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2015 ഡിസിഷനാണ്, 2012 മറ്റോ ആണ് ആ കേസ് കൊടുത്തത്. അപ്പൊ അതിൽ ഹൈക്കോടതി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 3 മാസത്തിനകം ഇതിനുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കണം. 1. 2, ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള രജിസ്റ്റർ ചെയ്യാതെ റെഫ്യൂസ് ചെയ്ത സാധനം, അതായത് അത് അവിടെ 1-ാം പുസ്തകം, അതായത് നമുക്ക് 4 പുസ്തകങ്ങളാണ് സബ് രജിസ്ട്രാർ ഓഫീസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെ 1-ാം പുസ്തകം സെയിൽ ഡീഡ് പോലുള്ള പബ്ലിക് ഡോക്യുമെന്റിനുള്ളതാണ്. ആ 1-ാം പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എന്ന് കോടതി നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോ അത് ആ ഡിസിഷനും ഉണ്ട്. ഞാൻ ഡിസിഷൻ വച്ചിട്ടാണ് ഞാൻ അത് നേരത്തെ പറഞ്ഞ് ഞാൻ തന്നെയാണ് ബൈലോ പ്രിപ്പയർ ചെയ്തത്. ബൈലോ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം വന്നു എന്ന് പറഞ്ഞ് നമ്മളുടെ ഇടയിൽ തന്നെ കുറച്ച് എന്തൊക്കെയോ അതിനകത്ത് വിഷയങ്ങളൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബൈലോ എന്ന് പറയുന്നത് അന്നത്തെ ഡിസംബർ മാസത്തിൽ ഞാൻ ചെയ്തു തരാം എന്നാണ് പറഞ്ഞിരുന്നത്. ശരി, ഡിസംബർ മാസത്തിൽ ഞാൻ കൃത്യമായി ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇനി ഡിസംബർ മാസത്തിൽ ഞാൻ പ്രിപ്പയർ ചെയ്ത ബൈലോ വന്നു. അത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ലെറ്റർ കൊടുത്തു. ആ ലെറ്റർ കൊടുത്തപ്പോൾ സബ് രജിസ്ട്രാർ, നമ്മൾക്ക് അറിയാമായിരുന്നു സബ് രജിസ്ട്രാർ തിരികെ തരും. കാരണം നമ്മളിലുള്ള ആരോ ഒരാൾ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ജോലിയുള്ള ആളും ആരോ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ അടുത്തും പറഞ്ഞു, ഇനി ഇത് എന്തോ ഗവൺമെന്റ് അതിന്റെ ഓൺ ദ വേ ആണ്, അപ്പൊ അത് കഴിഞ്ഞിട്ടേ രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ മനഃപൂർവ്വം തന്നെയാണ് ഇതുകൊണ്ട് കൊടുത്തതും. അവരത് റെഫ്യൂസ് ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ റെഫ്യൂസ് ചെയ്ത് തന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് രജിസ്ട്രേഷൻ കമ്പൽസറി ആക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുത്തു. അത് നമ്മൾ റിട്ടേൺ ആക്കിയിട്ട് ഇപ്പൊ എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. അതില് സജിത് സാറാണ് അത് പ്രസന്റന്റ് എന്ന് പറയുന്നത്. അത് സാധനം രജിസ്ട്രേഷന് വേണ്ടി പ്രസന്റ് ചെയ്ത് അദ്ദേഹമാണ്. എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മളുടെ പൊതുയോഗം തീരുമാനിച്ച് അങ്ങനെ ഒരു ബൈലോ ഉണ്ടാക്കി, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള റിക്വയർമെന്റിന് വേണ്ടി നമ്മൾ ബൈലോ ശരിയാക്കി.
അത് സബ് രജിസ്ട്രാർ, നമ്മളെ സബ് രജിസ്ട്രാർ എന്നുള്ള ചാല സബ് രജിസ്ട്രാറിൽ കൊണ്ടുപോയി. ചാല സബ് രജിസ്ട്രാർ അത് മടക്കിയിട്ടുണ്ട്. കാരണം അതിന്റെ പ്രോസസ്സിങ് ഓൺഗോയിങ് ആണെന്നാണ് അവർ പറയുന്നത്. ലെറ്റ് ഇറ്റ് ബി ദയർ. കാരണം ഓൺഗോയിങ് എന്ന് പറഞ്ഞാൽ ഒരു 13 വർഷം മുമ്പ് ഹൈക്കോടതി 3 മാസത്തിനകം ചെയ്യണമെന്ന് പറഞ്ഞതും ഇപ്പോഴും ശരിയായിട്ടില്ല. നമുക്ക് ഹൗ വി ക്യാൻ ബിലീവ് ഇത് ഇപ്പോൾ ഉടനെ ഓൺഗോയിങ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്ക് വിശ്വസിക്കാൻ പറ്റും? അതുകൊണ്ട് തന്നെ നമ്മളത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അത് റിട്ട് പെറ്റീഷൻ ഹൈക്കോടതിയിൽ കൊടുത്ത് ഇതിന് ഒരു പരിഹാരം കാണണം. അപ്പോൾ സബ് രജിസ്ട്രാർ കൺസേൺഡ് നമുക്ക് രജിസ്റ്റർ ചെയ്ത് തരും, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കും. ഇത് രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ഇടയിൽ തന്നെ ഒരു സൗഹാർദ്ദം വരേണ്ടതും, നമ്മളുടെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിലും ഇത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്. ഇനി വെളിയിലുള്ള ഒരാള് കയറി ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു അസോസിയേഷൻ ഈ പ്രവർത്തനം നടത്തി നമ്മളെ നിന്ന് പൈസ ഗ്രാബ് ചെയ്തുകൊണ്ട് പോകാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. അതിനകത്ത് പൈസ ഗ്രാബ് ചെയ്യുന്നു എന്ന് പറയാൻ കാര്യം, ഇതുവരെയും കണക്കൊന്നും ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അത് കോടതിയിലൊന്നും കണക്ക് കൊണ്ടുവന്നിട്ടില്ല. ഞാനത് മറ്റേ സജിത് സാറിൻ്റെയും ശ്വേതാ സജിത്ത് മാഡത്തിൻ്റെയും ഒരു കേസ്, പുതിയൊരു കേസ് വന്നിട്ടുണ്ട്. അതൊരു ടെസ്റ്റ് ഡോസിൽ വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെ തന്നെയാണ് അതിന്റെ കണ്ടൻഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളിലുള്ള ആൾക്കാർ ഇപ്പോൾ അതിനകത്ത് മന്ത്ലി മെയിൻ്റനൻസ് ചാർജസ് നമ്മൾ സെപ്പറേറ്റ് അക്കൗണ്ടിലാണല്ലോ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സെപ്പറേറ്റ് അക്കൗണ്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇനി എടുത്ത് വിനിയോഗിക്കുകയും വേണം. ആ വിനിയോഗിക്കണമെങ്കിൽ നമുക്കൊരു ഗൈഡ് ലൈൻ വേണം. ആ ഗൈഡ് ലൈൻ ആണ് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ എന്നാണ് നമ്മളിപ്പം പേര് കൊടുത്തിരിക്കുന്നത്. ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ. അപ്പൊ 2 ടൈപ്പ് ഉള്ള ആൾക്കാരുണ്ട്. അതായത് ഓണർ താമസിക്കാം, അവരുടെ ടെനന്റും താമസിക്കാം. അപ്പോൾ ടെനന്റിനുള്ള ലിമിറ്റഡ് റൈറ്റ് ഉണ്ട്, ഓണർക്കുള്ളത് ഫുൾ റൈറ്റ് ഉണ്ട്. അപ്പൊ അത് ഇതിനകത്തുണ്ട്. അപ്പൊ അതിന് വോട്ടിങ്ങിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അതെല്ലാം അതിനകത്ത് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിന് ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ കൊടുക്കേണ്ടതിന്റെ ആവശ്യകത എന്നെ സമീപിച്ച ആൾക്കാരോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇനി ഒരു കാര്യം ഞാൻ മുന്നേ പറയാം. എന്നെ വിളിച്ചു എന്ന് വിചാരിച്ചോ, ബൈലോ ഞാൻ തയ്യാറാക്കിയെന്ന് വിചാരിച്ചോ, 1-2 കേസ് എൻ്റെ ഉണ്ടെന്ന് വിചാരിച്ചോ, ഹൈക്കോടതിയിൽ നിങ്ങൾ റിട്ട് പെറ്റീഷൻ കൊടുക്കുന്നതിന് എന്നെ തന്നെ ഏൽപ്പിക്കണമെന്നുള്ള ഒരു നിർബന്ധമൊന്നും എനിക്കില്ല. നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനം അനുസരിച്ച് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവ് വാങ്ങണം, അത്രയേ ഉള്ളൂ. അതിപ്പോ എന്തെന്ന് പറയുമല്ലോ, പൂച്ച കറുത്തതാണെങ്കിലും വെളുത്തതാണെങ്കിലും എലി ചാവണം, ഇത്രയേ ഉള്ളൂ. അപ്പൊ കാര്യം നടക്കണം നമുക്ക്, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇനിയിപ്പോ എൻ്റെ തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ പങ്കുചേർന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു വക്കീലാണ്, ഇനി വേറെ വക്കീലന്മാർ ഒരുപാട് പേരുണ്ടാവും. ആരെങ്കിലും കൊടുത്താലും കുഴപ്പമില്ല, കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. നമുക്ക് കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. അത് വേഗത്തിൽ കാര്യം നടക്കണം. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ പറയാം. ഒരു സംശയമുണ്ട്, ചോദിക്കാമോ? ചോദിക്കണം. അതായത് സാറ് പറഞ്ഞു പിന്നെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സെക്രട്ടറിയോ മറ്റോ ഇതിന്റെ പിരിവുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഈ നമ്മുടെ നിലവിലുള്ള ഭാസ്കർ എന്ന് പറഞ്ഞ സെക്രട്ടറിക്ക് ഈ കാശ് കളക്ട് ചെയ്യാനോ ഉള്ള അവകാശമുണ്ടോ ഇല്ലയോ? യഥാർത്ഥത്തിൽ ഇല്ല. പിന്നെ അതിന് ഒരു കാര്യം കൊണ്ടുണ്ട് സാർ, ഒരു കാര്യം കൊണ്ടുണ്ട് സാർ, ഞാൻ അതിന് ക്ലാരിഫൈ ചെയ്ത് തരാം. അതിന് അദ്ദേഹത്തിന് അധികാരം ഇല്ല എന്ന് പറയാൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പൊ അദ്ദേഹം പറയും അസോസിയേഷൻ ഇതുവരെയും നമ്മളെല്ലാം അംഗീകരിച്ച അസോസിയേഷനാണ്. ഓക്കെ, അസോസിയേഷൻ അംഗീകരിച്ചതാണ്. നമ്മൾ 2 വർഷം മുമ്പ് ഒരു കേസ് കൊടുത്തതിൽ അതിലിപ്പോ അതിനകത്ത് കോടതിയുടെ ഉത്തരവുണ്ട്. അവരെയും കൂടെ കേട്ടിട്ട് പാസ്സാക്കിയ ഉത്തരവാണ്. അതായത് ഇലക്ഷൻ നടത്തണ്ടെന്ന്. അപ്പോൾ ആ സൊസൈറ്റിയുടെ ബൈലോയിൽ തന്നെ പറയുന്നുണ്ട്, അടുത്ത ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമിതി വരുന്നത് വരെ ഇവർക്ക് കെയർടേക്കറായിട്ട് അത് പ്രവർത്തിക്കാം. അപ്പൊ കെയർടേക്കർ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കളക്ട് ചെയ്യാം. ബട്ട് അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, പക്ഷെ ഇത് 3 മാസം അധികരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 വർഷം കഴിഞ്ഞ പഴയ ഒരു സമിതിക്ക് ഇത് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ സാറേ, വേറൊരു കാര്യം, ഒരു പുള്ളി ഈയിടെ ഒരു ലെറ്റർ പലർക്കും അയച്ചിട്ടുണ്ട്, എനിക്കും കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഉള്ള പിന്നെ ഇൻട്രസ്റ്റ് ഒക്കെ വേവ് ചെയ്ത് തരാം, പിന്നെ അതിപ്പം നിങ്ങൾ പേയ്മെന്റ് മാസം തോറും കെട്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിച്ചത്, പുള്ളിക്ക് ഇത് കളക്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. സാറ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ യഥാർത്ഥത്തിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത ഈ അസോസിയേഷൻ നിലവിൽ വരും, അത് ഉറപ്പാണ്.
നമ്മൾ പൈസ കൊണ്ട് വേറൊരെണ്ണത്തിൽ ഇടണ്ട, ഇട്ടിട്ട് നമ്മൾ എന്തിനെടുക്കാൻ നിൽക്കണം. നമ്മുടെ അക്കൗണ്ട്, സ്പെഷ്യൽ അക്കൗണ്ട് നമ്മളോട് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തീരുമാനം അനുസരിച്ച്. അപ്പോൾ ആ അക്കൗണ്ടിൽ നമുക്ക് നിക്ഷേപിക്കാം. അതൊക്കെ ഗ്യാരണ്ടി ഉള്ളത് തന്നെയാണ്. ആ അക്കൗണ്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ്, മറ്റുള്ളവരുടെ അക്കൗണ്ട് അല്ല അത്. എസ്പെഷ്യലി ഫോർ ദിസ്. അതായത് ഇതിനകത്ത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇനി രജിസ്ട്രേഷന്റെ ഫോർമാലിറ്റി ഒഴികെ ബാക്കിയുള്ളതെല്ലാം ശരിക്കും ആയി കഴിഞ്ഞു. ബൈലോ എന്ന് പറയുന്നത്, നമ്മളെ നിയമത്തിൽ പറയുന്നത്, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് വിച്ച് ബൈൻഡ്സ് ഓവർ ദി മെമ്പേഴ്സ്. ബൈലോ എന്ന് പറയുന്നത് അതാണ്. അതായത് ഇറ്റ് ഈസ് എൻ എഗ്രിമെന്റ് എമംഗ് ദി മെമ്പേഴ്സ്. സോ വി already agreed ourselves that there should be a bylaw. So that bylaw means a structure, and within that structure we have to move. അപ്പൊ നമ്മുടെ മൂവ്മെന്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ സ്ട്രക്ചർ ആണ് ബൈലോ എന്ന് പറയുന്നത്. നത്തിങ് ബട്ട് എ സ്ട്രക്ചർ. ആ സ്ട്രക്ചർ ഹാസ് ബീൻ എന്താണ്, ഇറ്റ് വാസ് ആൾറെഡി എഗ്രീഡ് അപ്പോൺ ബൈ ഓൾ ദ മെമ്പേഴ്സ്, ഐ തിങ്ക്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ഇട്ടിട്ട് അതിൽ നിന്ന് നമുക്ക് തന്നെ ഇപ്പൊ ചെയ്യാവുന്നതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അതിന് നിയമ തടസ്സം ഇല്ല. അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ, അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഇപ്പോൾ ഉള്ള രജിസ്ട്രേഷൻ ഫോർമാലിറ്റി മാത്രം നടന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആ രജിസ്ട്രേഷൻ ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹൈക്കോർട്ടിൽ അപ്രോച്ച് ചെയ്യാം. ഇതാണ് എന്റെ ഒപ്പീനിയൻ. ഒന്ന് രണ്ട് ഡൗട്ട്സ്. ഒന്ന്, ഇപ്പോൾ ഈ കെയർ ടേക്കറായിട്ട് സിസ്റ്റം 3 മാസത്തിൽ അധികരിക്കരുതെന്ന് പറഞ്ഞു. ഇപ്പൊ അത് എക്സീഡ് ചെയ്തത് കൊണ്ട് അതിനെ ജുഡീഷ്യലി ചലഞ്ച് ചെയ്യാൻ കഴിയില്ലേ? ഒന്ന്. രണ്ട്, ഇപ്പോഴുള്ള കോമൺ സർവീസസ്, ഐ മീൻ ഇതിന്റെ കോമൺ കറണ്ട് ചാർജ് എല്ലാം കൺസ്യൂമർ എന്ന് പറയുന്നത് നിലവിലുള്ള അസോസിയേഷൻ ആണ്. അപ്പൊ അത് പുതിയ അസോസിയേഷൻ ഫോം ചെയ്യുമ്പോൾ അതിനെങ്ങനെയാണ് ഓണർഷിപ്പ് കിട്ടുന്നത്? കോമൺ സർവീസസ് എല്ലാം കസ്റ്റോഡിയൻ നിലവിലുള്ള അസോസിയേഷൻ അല്ലേ? എല്ലാ സർവീസസ് പ്രൊവൈഡറും ഈവൻ ഗവൺമെന്റ് ഫെസിലിറ്റീസിലെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സാറ് പറഞ്ഞതിന്റെ ഉത്തരം ഒന്ന്, അതായത് ഇപ്പോ ആ ഉള്ള സൊസൈറ്റി അല്ലേ ഈ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്? ഒന്ന് അതല്ലേ ചോദിച്ച ഒന്ന്. ഇപ്പൊ നിലവിലുള്ള ഇപ്പൊ ഇവിടെ 3 മാസത്തിന്റെ കാര്യം. ഇത് നമ്മള് ആൾറെഡി ഇതിന് തെരഞ്ഞെടുപ്പ് നടത്തരുത് എന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി തെരഞ്ഞെടുപ്പ് നടത്തണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. അതുകൊണ്ട് പുതിയ ഒരു അസോസിയേഷന്റെ ഭാരവാഹിത്വമുള്ള ആൾക്കാരൊന്നും ഇപ്പൊ ഇല്ല, യഥാർത്ഥത്തിൽ ഇല്ല. അത് അവരാണ് ചെയ്യേണ്ടിയിരുന്നത്. നമ്മൾ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു അസോസിയേഷൻ നമ്മൾ രൂപീകരിച്ചിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റും. അവര് ഡിക്ലറേഷൻ ഒന്നുമില്ല, അവരാണ് ചെയ്യുന്നതെന്ന്. കാരണം അവർക്ക് നിയമ പിൻബലം ഇല്ല, അവർക്ക് ലീഗൽ സപ്പോർട്ട് അവർക്കില്ല. കാരണം സ്റ്റാറ്റ്യൂട്ടിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ there shall be an apartment owners association. ഇപ്പൊ പുതിയ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നേരത്തെ തന്നെ പറയുന്നതെന്ന് വെച്ചാല്, ഒരു ബിൽഡർ ഒരു അപ്പാർട്ട്മെന്റ് വച്ചു കഴിഞ്ഞാൽ, അതായത് മൾട്ടി ലെവൽ അപ്പാർട്ട്മെന്റ് വെച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബിൽഡർ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ബിൽഡർ ആൻഡ് ഡെവലപ്പർ ടു ഫോം ആൻ അസോസിയേഷൻ. ദാറ്റ് ഈസ് ഈ പറയുന്ന അസോസിയേഷൻ, അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ. ആൻഡ് the entire administration of the entire flat apartments shall be handed over to such association. ഇതാണ് നിയമം. ആ നിയമപരമായാണ് നമ്മൾ ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഉണ്ടാക്കിയിരിക്കുന്ന ആ അസോസിയേഷൻ ആണ് ശരിക്കു പറഞ്ഞാല് നിയമസാധുത ഉള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ അത് എടുത്ത് കൈകാര്യം ചെയ്യുന്നതിൽ തെറ്റില്ല, അതിനകത്ത് ഒരു തെറ്റുമില്ല. നമുക്ക് നേരിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അങ്ങനെ ഉള്ളപ്പോൾ അങ്ങനെ ഒരു അസോസിയേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ KSEB, വാട്ടർ അതോറിറ്റി ഉൾപ്പെടെ ഉള്ളിടത്ത് ആ ഓണർഷിപ്പ് മാറ്റാൻ കഴിയും. ഓണർഷിപ്പ് സാർ അതുപോലത്തെ ഒരു പേര് തന്നെയാണ് ഇത്. ശരിക്കും നമ്മൾ അതിനൊരു ലെറ്റർ കൊടുക്കണമെന്നുള്ളതേ ഉള്ളൂ. ആ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എളുപ്പമാകും. അവർ ചോദിക്കും, മറ്റവർക്ക് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ പ്രകാരം ഉണ്ടല്ലോ, നമുക്ക് സബ് രജിസ്ട്രാറിലാണ് നമ്മളത് രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പൊ സബ് രജിസ്ട്രാറിൽ രജിസ്ട്രേഷൻ വേണം. അപ്പൊ സബ് രജിസ്ട്രാറിൽ രജിസ്ട്രേഷൻ വേണം എന്നുള്ളതിടത്താണ് നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ താങ്കൾ ചോദിച്ച ഇതേ ചോദ്യത്തിന്റെ സാങ്കത്യം തന്നെയാണ് ഈ മീറ്റിംഗിന്റെ ഉത്തരം. അതായത് നമ്മൾ ഹൈക്കോടതി പോയിട്ട് ഇതിന്റെ രജിസ്ട്രേഷൻ ശരിയാക്കി വാങ്ങുക. അതാണ് അത് കംപ്ലീറ്റ് ആവും. നിലവിലെ അസോസിയേഷൻ തുടരും. അങ്ങനെയൊന്നുമില്ല സാർ, അസോസിയേഷൻ ഇല്ലല്ലോ സാർ, അസോസിയേഷനിൽ ഭാരവാഹിത്വം ഇല്ല. ഓക്കെ, അല്ല ഫൈൻ. അങ്ങനെ ആകുമ്പോൾ, അങ്ങനെ ഇല്ല എങ്കിൽ ഇപ്പൊ തരുന്ന നോട്ടീസുകൾ ലീഗലി തന്നെ എങ്ങനെ, ഏത് അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ സെക്രട്ടറി സൈദ് സാറിന് ഒരു നോട്ടീസ് അയച്ചത്? അതുകൊണ്ടാണ് നമ്മൾ കേസിൽ അത് കണ്ടസ്റ്റ് ചെയ്യുന്നത്.
നമ്മളിപ്പോ അതിനകത്ത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു, ഫയൽ ചെയ്തു. കഴിഞ്ഞ ദിവസം വന്ന ഒരു ഒപ്പിട്ട് തന്നു, അത് നമ്മൾ ഫയൽ ചെയ്യുകയും ചെയ്തു. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് an experimental basis they have filed the suit. So Yeah, many right. notices will be issued subsequently to some other members also. കാരണം അവർക്ക് മനസ്സിലായി കാണും, ഒരു പക്ഷേ ഇതുപോലൊരു സംഭവത്തിന് നമ്മൾ തുടക്കം കുറിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുമായിരിക്കാം. അങ്ങനെ അതുകൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് കുറെ കേസുകൾ ഫയൽ ചെയ്യാൻ തീരുമാനിച്ചത്. കിട്ടുന്നത് വരെ വരട്ടെ എന്നുള്ള സ്ലാട്ടർ അതാണ്. ഓക്കെ, ശരി. ഗുഡ് ഈവനിങ് സർ. സാർ, എനിക്കൊരു സംശയം. 1983 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ ഹൈക്കോടതിയിൽ വേറെ ഏതോ ഫ്ലാറ്റുകാർ എറണാകുളത്ത് കൊടുത്തു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അവർക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അവര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അതായത് ബുക്ക് നമ്പർ 1 രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് കോടതി ഡയറക്ഷൻ കൊടുത്തു, എന്നിട്ട് പറഞ്ഞു 3 മാസത്തിനകം, അന്ന് 3 മാസത്തിനകം ഗവൺമെന്റ് ഇതിനുള്ള സംവിധാനങ്ങൾ എല്ലാ രജിസ്ട്രാർ ഓഫീസുകളിലും നടപ്പാക്കണമെന്ന് പറഞ്ഞു. ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഹൈക്കോടതിയിൽ തന്നെ പോകേണ്ടി വരുന്നത്. ഇപ്പൊ നമ്മൾ ഹൈക്കോടതി പോയാൽ രജിസ്ട്രേഷൻ എത്ര സമയം എടുക്കുമെന്ന് എന്തെങ്കിലും ഒരു? മാഡം, അത് നമുക്ക് ഒരിക്കലും കോടതിയിൽ പോകുമ്പോൾ നമുക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. പക്ഷെ അത് നടക്കും. അത് താമസം വിനാ നടക്കും എന്നുള്ളതാണ് നമ്മളുടെയൊക്കെ എക്സ്പീരിയൻസ്. പക്ഷേ നമ്മള് അതായത് മാഡത്തിന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിത് ഹൈക്കോടതി പോകാതെ നമുക്ക് ഇത് നടപ്പാക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല. അപ്പോൾ നമ്മളിത് ഹൈക്കോടതി പോയാലേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പോകുന്നത്, അല്ലാതെ നിവർത്തിയിട്ട് ഉണ്ടാവില്ല. അപ്പോ ഈ നിയമം റൂൾസ് പ്രാബല്യത്തിൽ വരാത്ത സ്ഥിതിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഇന്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്ട്രാർ ഏത് രീതിയിലായിരിക്കും നമ്മൾക്കത് വാലിഡ് ആയിട്ട് ചെയ്തു തരിക എന്നാണ് നമ്മുടെ ഒരു ഉദ്ദേശം? സാർ, നിയമവും ചട്ടവും നിലവിൽ വന്നു കഴിഞ്ഞു. അത് 84-ലും 83-ലുമായിട്ട് നടപ്പിൽ വന്നു കഴിഞ്ഞു. അതിനകത്ത് ഒരു തർക്കമില്ല. അതിപ്പോഴും ഉണ്ട്, ലൈവാണ്. ബട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, ഗവൺമെന്റ് അതിനുള്ള സംവിധാനം സബ് രജിസ്ട്രാർ ഓഫീസിൽ കൊടുത്തില്ല. എസ്പെഷ്യലി ഇപ്പോ ഈ ഓൺലൈൻ ഫയലിംഗ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ ഓൺലൈൻ ഫയലിംഗ് ആകുമ്പോൾ ഇത് ഏത് പോർട്ടലിലൂടെ കയറ്റും എന്നുള്ളതാണ് അവരുടെ വിഷയം. അല്ലെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. ഓക്കെ, പക്ഷേ ഹൈക്കോടതി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡയറക്ഷൻ ഗിവൺ ബൈ ദി അപ്പെക്സ് കോർട്ട് ഓഫ് ദ സ്റ്റേറ്റ്. അത് അവർ നടപ്പാക്കിയേ പറ്റൂ. ഇല്ലെങ്കിൽ അത് കണ്ടംപ്റ്റ്യൂസ് ആവും. അവർക്കെതിരെ കണ്ടംപ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും, കൺസേൺഡ് സബ് രജിസ്ട്രാർക്കെതിരെ. ഇങ്ങനെ ഈ ഹൈക്കോടതിയിൽ നമ്മൾ ഈ റിട്ട് ഫയൽ ചെയ്യാനൊക്കെ ഏകദേശം ഒരു റഫായിട്ട് എത്ര എമൗണ്ട് ഒക്കെ ആവും? മാഡം, സാധാരണ എന്റെ ഫീസ് ഞാൻ പറയാം. ഓരോരുത്തർക്കും ഓരോ ഫീസാണ്. എന്റെ ഫീസ് ഞാൻ പറയാം. സാധാരണ ഒരു റിട്ട് പെറ്റീഷന് വാങ്ങുന്നത് 50,000 ആണ് ഞങ്ങൾ വാങ്ങുന്നത്. ഇനി അതില് ഇപ്പോ കോർട്ട് ഫീസ് കൂട്ടിയിട്ടുണ്ട്. അതായത് പെറ്റീഷണേഴ്സിന്റെയും റെസ്പോണ്ടൻസിന്റെയും എണ്ണം വെച്ചിട്ടാണ് അവിടെ കോർട്ട് ഫീസ് അടയ്ക്കേണ്ടത്. അതായത് ഇപ്പൊ ഒരാൾക്ക് 250 രൂപ വെച്ച് ആക്കിയിട്ടുണ്ട്, ഒരാൾക്ക് പെർ ഹെഡ്. അപ്പോൾ അത് എത്ര പേര് വേണ്ടി വരുമെന്നും എത്ര പേർക്ക് എതിരെ കൊടുക്കണമെന്നുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ബാക്കി വരുന്നത്. അത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. അത് ആരിലാണോ കൊടുക്കുന്നത്, എന്റെയിലാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് കൊടുക്കും, വേറൊരാളാണെങ്കിൽ അവർ നോക്കിയിട്ട് അവരുടെ ഫീസും ബാക്കി എന്താണെന്ന് വെച്ചാൽ അവർ പറയും. അത് ഞാൻ നോക്കിയിട്ട് പറയാം എന്ന് എൻ്റെ അടുത്ത് വന്ന ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജോയ് സാറിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം. ഓക്കെ സാർ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കാൻ പറ്റും. ഇപ്പം ഈ ഫ്ലാറ്റിലെ ഡേ ടു ഡേ കാര്യങ്ങളെ നമ്മുടെ ഈ പുതിയ അസോസിയേഷന് എന്തെങ്കിലും ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു വഴിയുണ്ടോ? ലീഗലി അത് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും? മാഡം, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഉള്ള ഒരു റൈറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. കാലങ്ങൾക്ക് ശേഷം നമ്മൾ ഇപ്പൊ ഇതിനകത്ത് ഇറങ്ങുമ്പോൾ അതിന് നമ്മൾ സാധാരണ ഈ മണ്ണ് മൂടി കിടക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് അൺഎർത്തിങ് നടത്തുന്ന ഒരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മൺവെട്ടി കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ ഇതിനെ കുഴിച്ച് എടുക്കണം, അതിനെ ഖനനം ചെയ്ത് എടുക്കണം. ഇത് നേരത്തെ ചെയ്യേണ്ടിയിരുന്നു, ബട്ട് ഇത് ചെയ്തില്ല. അന്ന് നേരത്തെ ഈ ഭാസ്കരൻ എന്ന് പറയുന്ന അദ്ദേഹം നേരത്തെ എന്തോ കേസുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള കേസുകളിൽ ആരും ജയിച്ചിട്ടില്ല, അദ്ദേഹമേ ജയിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് വന്നപ്പോ രതി മാഡവും മറ്റേ ശ്വേത മാഡവും ഒക്കെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് സാർ പറയണത്. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഇപ്പൊ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഒരു ഓർഡർ വരുന്നത്. അതും കണ്ടസ്റ്റഡ് ഓർഡർ ആണ് വന്നത്. അപ്പോൾ ആ ഓർഡർ വന്നപ്പോൾ അദ്ദേഹം അവിടെ താന്ന് നിന്നാണ് കുറച്ച് ദിവസം. പക്ഷെ നമ്മൾ കുറച്ച് താമസിച്ചു പോയി. നേരത്തെ ഇത് ചെയ്യാമായിരുന്നു, കുറച്ചും കൂടെ നേരത്തെ ഇത് ചെയ്യാമായിരുന്നു.
അന്ന് നമുക്ക് ഇപ്പൊ ഇനിയും നമ്മൾ കഴിഞ്ഞെന്ന് പറയണ്ട, നമുക്ക് നമ്മുടെ സമയം വരുന്നേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇത് രജിസ്ട്രേഷൻ മറ്റും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് ശരിയാകണമല്ലോ. സാർ ഒരു ഡൗട്ട്, ഇപ്പോൾ പറഞ്ഞ സബ് രജിസ്ട്രാർ ഓഫീസിലാണ് നമ്മൾ ഇത് രജിസ്റ്റർ ചെയ്തെടുക്കേണ്ടതെന്ന്. അത് ഇതുവരെ ഗവൺമെന്റ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുമില്ല അങ്ങനെ ഒരു സംവിധാനം. അപ്പോൾ നമ്മുടെ ഈ കേരളത്തിലുള്ള ബാക്കിയുള്ള ഫ്ലാറ്റുകളും അല്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ഫ്ലാറ്റുകളും ഒക്കെ ഇപ്പൊ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതുപോലുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ എല്ലാം ഈ ഒരു ഡിസ്പ്യൂട്ട് വരാൻ സാധ്യതയില്ലേ? അപ്പോൾ ഡിസ്പ്യൂട്ട് വന്നത് തന്നെയാണ്. ഡിസ്പ്യൂട്ട് വരാതിരിക്കുമ്പം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറ് ചോദിച്ച പെർട്ടിനന്റ് ആണ്. ഇത് ഇങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല സ്ഥലത്തും പലരും ഹൈക്കോടതിയിൽ പോയിട്ട് ചിലപ്പോൾ ഇത് ചെയ്ത് വാങ്ങുന്നതല്ലാതെ മറ്റത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ. ഹൈക്കോടതി പോകുമ്പോ ഇതിനകത്ത് വേണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടോ? എന്താ മാഡം കേട്ടില്ല? വോയിസ് ബ്രേക്ക് ആവുന്നു. പോകുമ്പോഴേ പിന്നെ ഈ പുതിയ അസോസിയേഷൻ ചെയ്യാൻ പുതിയ അസോസിയേഷൻ ഫോം രജിസ്റ്റർ ചെയ്ത് കിട്ടാൻ 1/3 ആൾക്കാർ വേണം, അങ്ങനെയൊക്കെയുള്ള ക്ലോസ് ഉണ്ടോ അതിനകത്ത്? അങ്ങനെ ഹൈക്കോടതിയിൽ അതൊന്നുമില്ല. നമ്മളിപ്പോ തീരുമാനിച്ചില്ലേ, നമ്മൾ എത്ര പേര് തീരുമാനിച്ചിട്ടുണ്ട്? നമ്മൾ അതിനകത്ത് തീരുമാനിച്ചാൽ എത്ര പേരുണ്ടാവും? മിനിമം 30 പേര്. മിനിമം 30 പേര്. മൊത്തം 62 ഉള്ള ഫ്ലാറ്റ്. അതെ. അപ്പൊ 30 പേര് പകുതി ഉണ്ടായല്ലോ. പകുതി ഉണ്ടായി. ബാക്കിയുള്ളവരും വരും എന്നാണ് എന്റെ വിശ്വാസം. കാരണം ബാക്കിയുള്ളവർക്ക് കമ്പൽസറി ആയിട്ട് ഇതിനകത്ത് വന്നേ പറ്റുള്ളൂ. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വന്നേ പറ്റുള്ളൂ, വേറെ ഒന്നിനും പോകാൻ പറ്റില്ല. അത് ഉറപ്പാണ്. കാരണം ഇത് സ്റ്റാറ്റ്യൂട്ടറിൽ പറയുന്ന സാധനമാണ്. ഇതിലല്ലാതെ വേറെ ഒന്നിലും മെമ്പർഷിപ്പ് എടുത്തിട്ട് വാലിഡിറ്റി ഉണ്ടാവില്ല. MMC കളക്ട് ചെയ്യാൻ വേറെ ആർക്കും അതിനുള്ള അധികാരവും ഉണ്ടാവില്ല. ഇത് തന്നെയാണ് നിയമപരമായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ 30 ഉള്ളൂ അല്ലെങ്കിൽ 32 ഉള്ളൂ എന്നുള്ളത് നമ്മൾ കൂട്ടണ്ട. അതിപ്പോ ആളുകൾക്ക് കൺഫ്യൂഷൻ വരും. അത് വേണോ ഇത് വേണോ, നമ്മളെ പൈസ അവിടെയും കൊണ്ട് കൊടുത്ത് ഇവിടെയും കൊണ്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇത് സ്വാഭാവികമായിട്ട് ഇപ്പൊ നമുക്ക് ആർക്കും വേണോ സംശയം വരാം. പക്ഷെ ഇതിനകത്ത് വന്നിട്ടുള്ളവരുടെ ഞാൻ പറയുകയാണ്, ഇതില് ഈ സംഘടനയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് വരേണ്ട സംഘടനയും ഇതിൽ വരുന്ന സംഘടനയും ഇത് തന്നെ ആയിരിക്കും. ഇത് ഇപ്പൊ ഈ ഒരു സംവിധാനം, അതായത് നമ്മൾ പുതിയ അസോസിയേഷൻ രൂപീകരിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വിജയിക്കും എന്ന് നമ്മളിപ്പോ നമ്മുടെ കൂടെ ഇല്ലാത്തവരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അതിപ്പോ സാർ, നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ഇത് വിളിച്ചിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ ഇത് റെക്കോർഡ് ചെയ്യല്ലേ, ഇത് വെച്ച് നിങ്ങൾക്ക് അവരൊക്കെ കേൾപ്പിച്ചു കൊടുക്കാം. ഈ റെക്കോർഡിങ് അവർക്ക് കേൾപ്പിച്ചു കൊടുക്കാം. ഇപ്പൊ കുറച്ച് ചോദ്യം ചോദിച്ചു, അതിന് എന്നെ കൊണ്ടാവുന്ന ഉത്തരം ഞാൻ പറഞ്ഞു. അവർക്ക് മറ്റൊരിടത്ത് ചോദിക്കാം. മറ്റൊരു നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ലോയറിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പൊ നിയമം തന്നെയല്ലേ, ഞാൻ പറഞ്ഞാലും വേറൊരാൾ പറഞ്ഞാലും. കാരണം ഇത് കോടതി പറയാനുള്ള കാര്യമല്ലേ. അപ്പൊ എനിക്ക് മാത്രമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. ദിസ് ഈസ് നോട്ട് എ ലീഗൽ അഡ്വൈസ്, ബട്ട് ദിസ് ഈസ് ദ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്. അതായത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ എന്റെ ആർഗ്യുമെന്റ് അല്ല പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അത് അവർ കൺവിൻസ്ഡ് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഡിസിഷൻസ്, നമ്മുടെ ഈ ഡിസിഷൻസിന് അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ഡിസിഷൻസിന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു നോട്ടീസ് ബോർഡ് മെയിൻറ്റെയിൻ ചെയ്യുമോ, അതിൽ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കും? എല്ലാം ചെയ്യാം സാർ, എല്ലാം ചെയ്യാം. നമുക്ക് അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം. ഇത് നമ്മൾ ഹൈക്കോടതി പോയിട്ട് ഇതിന് എന്തെങ്കിലും ഡയറക്ഷൻ കിട്ടുമെങ്കിൽ ആദ്യം അതിനെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് വാങ്ങിച്ചുകൊണ്ടുവന്നാൽ പിന്നെ നമുക്ക് വേറെ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ സാർ. ഇല്ല, അത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം, രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു അറ്റ് പ്രസന്റ് ഇത് നടക്കുമോ? ചെയ്യാം, വേണമെങ്കിൽ ചെയ്യാം. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ രജിസ്റ്റർ 1-2 രജിസ്റ്റർ കൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനകത്ത് 3-4 രജിസ്റ്ററിന്റെ കാര്യം പറയുന്നുണ്ട്. ആ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിച്ചിട്ട് അത് നമുക്ക് ചെയ്യാം സാർ, കുഴപ്പമില്ല. കാരണം ഇപ്പൊ നമ്മൾ ഹൈക്കോടതിയിൽ റിട്ട് പോയി വരണമെങ്കിലും ഈ പറയുന്ന ഡ്യൂറേഷനെ കുറിച്ച് ഇപ്പൊ യാതൊരു അറിവുമില്ല. അപ്പോ അത് ക്ലിയർ ചെയ്ത് വരുന്നത് വരെ മേ ബി അത് 3 months ആകാം, 1 year ആകാം, 3 year ആകാം. അതുവരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ റിട്ട്. അത് മനസ്സിലായി സാർ. റിട്ട് കൊടുക്കുമ്പോൾ അതിനകത്തൊരു ഇൻട്രീം ഓർഡർ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദിസ് ഷുഡ് ബി രജിസ്റ്റേർഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദിസ് ഷുഡ് ബി കൺസിഡേർഡ് ബൈ ദി സബ് രജിസ്ട്രാർ എന്ന് ഉള്ള ഒരു ഓർഡർ വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിന് ഒരുപാട് കാലതാമസം വരില്ല. ഫയൽ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വരും. ഓക്കെ, നമ്മളിപ്പോ ആരെങ്കിലും നമ്മൾ ഒരാളെ ചുമതലപ്പെടുത്തി അവിടെ എന്തെങ്കിലും മെയിൻ്റനൻസോ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ അത് തടയാൻ ഭാസ്കരന് ഇപ്പൊ അവകാശമില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ?
അതാണ് ഞാൻ പറഞ്ഞത് സാർ. നമ്മളിപ്പോ രജിസ്ട്രേഷനുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല. ആദ്യം ആ രജിസ്ട്രേഷന്റെ ഒരു ക്ലിയറൻസ് വന്നതിന് ശേഷം, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ഹൈക്കോടതി ഉത്തരവ് വന്നു ചെയ്യരുത്, തൽക്കാലം ഒന്നും ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മളത് കീപ്പ് ചെയ്യുക, അക്കൗണ്ട് കീപ്പ് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം വരുന്നതാണെങ്കിൽ സാർ, അത് ഇവിടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാല് ഭാസ്കരനും ചെയ്യുന്നില്ല, എതിർ ഗ്രൂപ്പായ ഞങ്ങൾ. ഇല്ല സാർ, അങ്ങനെയാണെങ്കിൽ സാർ അവിടെ എന്ത് പണി ഉണ്ട് എന്ന് നമ്മൾ നോക്കിയിട്ട്, ഭാസ്കരൻ ചെയ്യാത്ത കാര്യമാണെങ്കിൽ, അതായത് അവിടെ ഒരു ഇന്റർസെക്ഷനോ വേണ്ട. നമ്മള് ഇപ്പൊ ഡിസ്ജോയിന്റ് ആയിട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ലിഫ്റ്റ് അയാൾ ചെയ്യുന്നില്ല. സോ യു കോണ്ടാക്ട് ജോൺസൺസ് ലിഫ്റ്റ് അല്ലേ? അപ്പൊ ജോൺസൺസ് ലിഫ്റ്റ് ആ കമ്പനിയെ നമ്മൾ കൈകാര്യം ചെയ്തിട്ട് നമുക്ക് ഒരു എഗ്രിമെന്റ് വയ്ക്കാം. നമ്മുടെ ഇത് വെച്ചും കൊണ്ട് നമുക്ക് എഗ്രിമെന്റ് വയ്ക്കാം. ഒരു ഓണർ നിലയ്ക്ക് ഇൻഡിവിജ്വൽ എഗ്രിമെന്റ്. നോ ഇൻഡിവിജ്വൽ അല്ല, ഓണർ, അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ ആൻഡ് ജോൺസൺ ലിഫ്റ്റ്. അതെ, പക്ഷെ അത് നിയമപരമായിട്ട് യാതൊരു സാന്നിധ്യവും ഇല്ലാത്ത ഒരു അസോസിയേഷൻ ഒരു ജോൺസൺ കമ്പനി ചെയ്യുമോ എന്നാണ് എന്റെ ഡൗട്ട്. കമ്പനി ചെയ്യാൻ വയ്യാത്തത് നമ്മൾ നമുക്ക് ഇൻഡിവിജ്വൽ ആകുമ്പോൾ ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റി കിട്ടും. ഇത് കൂട്ടായിട്ടുള്ളത് ഇപ്പൊ നമ്മൾക്ക് ഇരിക്കുന്നതും അതാണ്. കൂട്ടായിട്ടുള്ള അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ നമ്മൾക്ക് അപ്പോയിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ അയാളെ ചുമതലപ്പെടുത്തി മുന്നോട്ട് പോകാനോ കഴിയുന്നില്ല എന്നുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അവിടെയാണ് ഭാസ്കരൻ ഉൾപ്പെടുന്ന ഒരു അഡ്ഹോക് കമ്മിറ്റി, കാവൽ അല്ലേ? സാർ, കാവൽ കമ്മിറ്റി ഇല്ല ഇപ്പൊ. അല്ല, 3 months കഴിഞ്ഞാൽ അപ്പൊ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഈ 2022 23 ഒരു ഇന്ററിം ഓർഡർ കിട്ടി 3 മാസത്തിനകം നമ്മള് ഇത് മൂവ്മെന്റ് ചെയ്യണമായിരുന്നു. ആക്ച്വലി അത് ചെയ്യണമായിരുന്നു. നമ്മള് ലേറ്റായി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. റെസ്പോൺസിബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല സാർ. വലിയൊരു കാര്യം ചെയ്യുമ്പം കുറച്ച് കാര്യങ്ങൾ ഇപ്പൊ ഈ മീറ്റിംഗ് ചിലപ്പോൾ വിളിച്ചു കൂട്ടാൻ തന്നെ നിങ്ങൾ എന്തുമാത്രം പാടുപെട്ടിട്ടുണ്ടാവും. മീൻസ് ഞങ്ങൾ 30 പേരുണ്ടെങ്കിൽ 30 പേർക്ക് തുല്യമായിട്ടാണ്, ഒരാളെയോ 2 പേരെയല്ല ഉദ്ദേശിച്ചത്. അതെ, ഞാനിപ്പോ ഒരാളുടെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾക്ക് അതായത് ഒരു സംഘടന സംഘടിപ്പിച്ചെടുക്കുക, സംഘാടനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. ആ സംഘാടനത്തിൽ അതിപ്പോ നമ്മളിപ്പോ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണ്ട. ഇനി അങ്ങനെ വരാൻ പാടില്ലല്ലോ. ഇനി അങ്ങനെ വരാൻ പാടില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു മിസ്സിങ് വന്നു അല്ലെങ്കിൽ ഒരു ഫോൾട്ട് വന്നു, ഇനി അത് വരാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഇനി വളരെ വേഗത്തിൽ ഇത് ചെയ്യണം. അതാണ് ഞാനും പറഞ്ഞത്. വളരെ വേഗത്തിൽ, വളരെ അതിവേഗത്തിൽ ഇത് ചെയ്യണം. അല്ലെങ്കിൽ അത് പിന്നീടും ഇതുപോലെ നേരത്തെ ടൈറ്റസ് സാറ് പറഞ്ഞ കണക്ക് കുറെ പേർക്ക് വീണ്ടും നോട്ടീസ് വന്നു എന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ ഇനിയും ഉണ്ടാവാം ചിലപ്പോൾ. അത് ഉണ്ടാവുന്നതിന് മുമ്പേ നമ്മൾ ചെയ്തിട്ട് നമുക്കൊരു സൂട്ട് കൊടുത്ത് അതിന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം. അത് ഫംഗ്ഷൻ ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് അത് നമുക്ക് ചെയ്യാം. പക്ഷെ അത് നമുക്ക് ഇതിന്റെ രജിസ്ട്രേഷന്റെ കാര്യം ആദ്യം ചെയ്യണം. സാർ, ആസ് ആൻ അഡ്വക്കേറ്റ്, സാറിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഒന്ന് പകർന്നു തരാമോ? ഇതാണ് ഇത്ര തന്നെ കോൺഫിഡൻസ്. സാറിന്റെ ഒരു കോൺഫിഡൻസ് ലെവല്, സാറിന്റെ ഒരു കോൺഫിഡൻസ്. കാരണം ഞാൻ എന്തുകൊണ്ട് അത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു 2 വർഷമായിട്ട് ഈ ഒരു മൂവ്മെന്റും കാര്യങ്ങളിലേക്ക് പോയെങ്കിലും താങ്കൾ തന്നെയാണ് അന്ന് മുതൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ബുദ്ധിമുട്ട്. അത് നമ്മുടെ സജിത്ത് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്ത് ചോദിക്കുമ്പോൾ താങ്കളിൽ നിന്നോ താങ്കളുടെ ഓഫീസിൽ നിന്നോ ചില തിക്ത അനുഭവങ്ങൾ കിട്ടി എന്നുള്ള രീതിയിൽ ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞങ്ങളെ വളരെ വേദനിപ്പിക്കുകയും ഒരു പരിധി വരെ രോക്ഷം കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിൽക്കുന്നവരാണ് മീൻസ് ഞങ്ങളിപ്പോ ഒരു എന്താ പറയുക, അസോസിയേഷൻ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു അനാഥത്വത്തിലേക്ക് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതിനെ പ്രധാനമായിട്ട് വന്നത് ഈ താങ്കളുടെ ഓഫീസിൽ നിന്നുള്ള ഏതൊക്കെ രീതിയിലുള്ള തിക്താനുഭവങ്ങൾ. പക്ഷെ അത് കഴിഞ്ഞു. പക്ഷെ ഇനി സാർ ഇതുവരെയും നമ്മൾ എന്ന് പറഞ്ഞ ആ വാക്കിനെ ഞാൻ വളരെ വിലമതിക്കുന്നു. ഐ ആം റെസ്പെക്ടിങ് യുവർ വാക്ക്. നമ്മൾ എന്നാണ് സാർ പറഞ്ഞത്, അല്ലാതെ നിങ്ങളെന്ന് പറഞ്ഞില്ല. ഞാനത് വ്യക്തമായിട്ട് ഞാനത് നോക്കുകയായിരുന്നു, അത് ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പം സാറ് ഞങ്ങളിലുള്ള ഒരാളാണ്, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ഒരാളാണ്. തീർച്ചയായിട്ടും ആ രീതിയിൽ ഇനി നമ്മൾ നല്ലൊരു രീതിയിൽ പോകണം എന്നുള്ള അതിയായ ആഗ്രഹവും അങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വി വിൽ വിൻ
എന്നുള്ളത് തന്നെയാണ്. അവിടെയാണ് ഞാൻ സാറിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ 100% സാറിന്റെ കോൺഫിഡൻസ് ലെവൽ ഉണ്ട് എങ്കിൽ അത് ഞങ്ങൾക്ക് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യുക എന്നാണ് ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചത്. സാറ് കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞത് എന്താണ്? എന്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ കേസിനെ സംബന്ധിച്ച കോൺഫിഡൻസ് ആണോ? സർ അങ്ങനെയല്ല. കോൺഫിഡൻസ് കേസിനെ സംബന്ധിച്ച് ഞാൻ പ്രൊഫഷണൽ ആയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ റെസിഡൻസ് അസോസിയേഷന്റെ ആളല്ല. അത് ഒരു കാര്യം. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ, ഒരു സെക്കൻഡ്. സാറ് പറഞ്ഞതല്ല ഞാൻ കേട്ടു. എന്റെ ഓഫീസിൽ നിന്ന് തിക്തമായ അനുഭവം ഉണ്ടായ ആരാണെന്നും എന്താണ് അനുഭവം എന്നും കൂടെ എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്കത് നന്നാക്കാൻ പറ്റും. 1. 2, എന്റെ ഓഫീസില് സാധാരണ ഒരു എന്തെന്ന് പറയും, 1 man ഷോ ഉള്ള ഒരു ഓഫീസ് അല്ല എന്റെ ഓഫീസ്. ഒരു അസോസിയേറ്റ് ആണ്. അവിടെ പേയ്മെന്റിന് പോലും ഇപ്പൊ ഓൺലൈൻ പേയ്മെന്റ് ആണ്. എല്ലാവരും ചെയ്യുന്ന ഓൺലൈൻ പേയ്മെന്റ് ആണ്. ഇൻകം ടാക്സും വളരെ കൃത്യമായി പേ ചെയ്യുന്ന ഒരു ഓഫീസാണത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈക്കോടതിയിലും ഇവിടെയും പോകുന്ന ഒരാളാണ്. അപ്പൊ എന്നെ വിളിക്കുന്നതിന് പകരം എന്റെ ഓഫീസിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. തിക്തമായ അനുഭവം എന്ന് പറഞ്ഞ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് സാർ ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ല പറഞ്ഞെങ്കിലും വാട്ട് ഐ സെഡ് ഈസ് വെരി കറക്റ്റ് അറ്റ് ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. ഞാൻ ഇൻസെപ്ഷൻ തുറന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞെന്താണ്, ഞാൻ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സ് ഒഫീഷ്യോ മെമ്പർ എങ്ങനെ വേണോ ആവാം നിങ്ങൾക്ക്. ഞാന് ഇതിനകത്ത് പങ്കെടുക്കുന്നത് നോട്ട് ടു ഗെറ്റ് എ ക്ലയന്റ്. എനിക്ക് അങ്ങനെ ഒരു താല്പര്യമുള്ള ആളല്ല. അതായത് ഇപ്പൊ നിലവിലുള്ള കേസ് ആർക്കെങ്കിലും എനിക്ക് അതിനകത്ത് യാതൊരു I am 100% പ്രൊഫഷണൽ ആയിട്ട് ഞാൻ അതിനകത്ത് പെരുമാറും. എന്റെ ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരു പെരുമാറ്റം ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ കേസ് കെട്ട് തിരിച്ചു വാങ്ങിക്കാം. ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിന്റെ പറയുന്ന ഒരു കാര്യം, കേസ് കെട്ട് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഞാനാണെങ്കിലും അതിന്റെ ഉടമസ്ഥർ എന്ന് പറയുന്നത് കക്ഷികളാണ്. അതായത് ലൈക്ക് KSEB മീറ്റർ കൊണ്ടുവയ്ക്കും. ആ മീറ്ററിന്റെ വില നമ്മൾ കൊടുക്കണം. ബട്ട് മീറ്റർ എന്ന് പറയുന്നത് നമ്മുടേതല്ല. ഇതേപോലത്തെ ഒരു സംവിധാനമാണ്. എപ്പോൾ വേണമെങ്കിലും ആ മീറ്റർ KSEBക്ക് മാറ്റാം. അതേപോലെ തന്നെയാണ് കേസ് കെട്ട് നിങ്ങൾക്ക് മാറ്റാം, കുഴപ്പമില്ല. ഹൈക്കോടതിയിൽ പോകണമെന്നും ഞാൻ പറഞ്ഞപ്പോൾ ഒറ്റ കാര്യം, ഞാൻ അത് മുൻകൂറായിട്ട്, അതായത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആന്റിസിപ്പേറ്റ് ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഇതിൽ പങ്കെടുക്കുന്നു, ഇപ്പോഴും പങ്കെടുക്കുന്നത് നോട്ട് അണ്ടർ ദി എക്സ്പെക്ടേഷൻ ദാറ്റ് ദിസ് വിൽ ബി ഗിവൺ ടു മീ. എനിക്ക് അങ്ങനെ ഒരു സംവിധാനമേ എനിക്കില്ല. നിങ്ങൾക്ക് ആർക്ക് വേണോ കൊടുക്കാം, അതൊരു പ്രശ്നവുമില്ല. അപ്പൊ നമ്മളെ നിന്ന് അങ്ങനെ തിക്ത അനുഭവം ഉണ്ടായെങ്കിൽ നിങ്ങൾക്ക് വേറൊരു അഡ്വക്കേറ്റിന്റെ കൊടുക്കാം. ഞാൻ അതാണ് പറഞ്ഞത്. അത് ഏത് അഡ്വക്കേറ്റ് പോയി എന്നുള്ളതല്ല, നിങ്ങൾ ജയിക്കണം, അല്ലെങ്കിൽ നമ്മൾ ജയിക്കണം. നമ്മൾ എല്ലാവരും കൂടെ വിചാരിക്കേണ്ടത് നമ്മൾ ജയിക്കണം. നിങ്ങൾക്ക് ഏത് അഡ്വക്കേറ്റിന്റെ കൊടുത്താലും മതി, പക്ഷെ ചെന്ന് ചാടുന്ന സ്ഥലം നല്ലതായിരിക്കണം. ആ പോകുന്ന അഡ്വക്കേറ്റ് നിങ്ങൾക്ക് കൃത്യമായി ഫലം തരുന്ന ആളാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒരിക്കലും ഞാൻ എന്നെ വലുതാക്കി പറയണമെന്നല്ല, ഞാൻ എത്രയോ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ എന്നെ ഡീപ്പാനൽ ഞാൻ എഴുതി കൊടുത്ത് പറഞ്ഞുതരാം. ഞാൻ ഇപ്പം ഗവൺമെന്റിന്റെ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇപ്പം പൊതുമേഖലാ സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചി മെട്രോ കോർപ്പറേഷൻ ലിമിറ്റഡ് എൻ്റെ ഉള്ളൂ. അത് എന്ന് പറഞ്ഞാൽ എന്തോ അത് അവര് വളരെ മാന്യമായിട്ടാണ് നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നത്. നമ്മൾക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. നമ്മുടേതായ ഒരു പ്രൊഫഷണൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഞാൻ എന്താണോ ഞാൻ അത് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഓഫീസ് എന്താണോ ഞാനിപ്പോ പറഞ്ഞത് തന്നെയാണ്. കേസിന്റെ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ, ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ LLBക്ക് പോയ ആളല്ല. ഞാൻ MSc മാത്തമാറ്റിക്സ് വളരെ നല്ല മാർക്കിൽ പാസ്സായിട്ട് ഞാൻ അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോയ മനുഷ്യനാണ്. എനിക്കിത് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ പോയി എടുത്തതാണ്. എൻ്റെ പ്രൊഫഷനിൽ ഞാൻ അത് തന്നെ 100% പ്രൊഫഷണലിസം ഞാൻ കാണിച്ചു തന്നെ പോകുന്നുണ്ട്. എനിക്ക് എൻ്റെ ഓഫീസിലെ ഫീസ് എന്ന് പറയുന്നത് ഞാൻ നിശ്ചയിച്ചതല്ല, ഞാൻ വാങ്ങുന്നതുമല്ല. അത് അവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാം. അവിടെ എത്രയാണോ ഒരാളിന്റെ ഫീസ്, ഒരാളിന്റെ അല്ല, ഒരു തരത്തിലുള്ള കേസിന് എത്രയാണോ ഫീസ് നിശ്ചയിച്ചിട്ടുള്ളത്, അത് എത്ര പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അത് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ഒഴിവുകൾ കൊടുക്കാറുണ്ട് ചില കക്ഷികൾക്ക്. അത് വളരെ ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക്, വളരെ ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചല്ല കൊടുക്കുന്നത്, എക്സംപ്റ്റ് ചെയ്യും. കുറച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമില്ല, എക്സംപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോ എന്റെ രീതിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഒരിക്കലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഇപ്പൊ എന്റെ ഇരിക്കുന്ന സൂട്ട് പോലും
അത് ഞാൻ തന്നെ നടത്തണം എന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും എനിക്കില്ല. അത് എപ്പോ വന്ന് ചോദിച്ചാലും ഞാൻ തിരികെ തരാം. എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഞാൻ അതിന് 100% എപ്പോഴും വില്ലിംഗ് ആണ്. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള 3-4 പേരുണ്ട് ഇതിനകത്ത്. അവർക്ക് ഏകദേശം ധാരണ ഉണ്ടാവും. അപ്പോൾ അവരോടും കൂടെ ഞാൻ പറയുകയാണ്, എപ്പോഴും വേണോ വന്ന് വാങ്ങാം, ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ ഇത് തരണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ മുൻകൂറായി പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാല്, ഇത് ഒരു കാരണവശാലും ഒരു ക്യാൻവാസിങ്ങിനോ ഒരു കാരണം, ഞാനിപ്പോ ഇത്രയും പറഞ്ഞു. ഞാനിപ്പോ ഇത് നിങ്ങളെ നിന്ന് പ്രതിഫലം വാങ്ങിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. ഒരു മീറ്റിംഗ് വേണം, ഇത് ഞാൻ എൻ്റെ ഡ്യൂട്ടി ആയിട്ട് കണ്ടു. ഞാനൊരു സാമൂഹ്യ പ്രതിബദ്ധതയായിട്ട് കണ്ടിട്ടാണ് അത് പറഞ്ഞത്. എനിക്കും തോന്നി അതിനകത്ത് ഒരുപാട് കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്. എന്നാ പിന്നെ ആ കുഴപ്പമൊന്ന് കണ്ടിട്ട് വേറെ കാര്യം എന്ന് പറഞ്ഞാണ് ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇറങ്ങിയത്. ഇനി ഒരു കാരണവശാലും എൻ്റെ തരണം എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് ലെഫ്റ്റ് ആയിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്താലും നിങ്ങൾ എനിക്ക് തരണമെന്ന് ഒരു നിർബന്ധവും കാണിക്കണ്ട. ആരും എനിക്ക് വേണ്ടി പറയുകയും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്കും വേണോ കൊടുക്കാം. സാർ അതിലെ അല്ല, ഇത് സൂചിപ്പിക്കാനുള്ള കാര്യം എന്ന് വെച്ചാല്, സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, റിട്ട് സബ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ ലേറ്റ് ആയി പോയി എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഈ ലേറ്റ്നെസ് വന്നത് ആക്ച്വലി ഞങ്ങളുടെ മുന്നിൽ അല്ല സാറേ, ഞങ്ങളുടെ മുന്നിൽ വന്ന ഈ ലേറ്റ്നെസ് ഞങ്ങൾ ഒന്നിനും ലേറ്റ് ആയിട്ട് നമ്മൾ നിൽക്കണമെന്നല്ല. അപ്പൊ ലേറ്റ്നെസ് വന്നത് ഈ ബൈലോ എന്നും പിന്നെ അവിടെ നിന്നുള്ള റെസ്പോണ്ട് സമയത്തിന് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങളിലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബൈലോയും റിട്ടും തമ്മിൽ ബന്ധമില്ലായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് ആ കഴിഞ്ഞ വർഷം തന്നെ ഒരു റിട്ട് ചെയ്ത് മുന്നോട്ട് പോകാമായിരുന്നു എന്നുള്ള ഒരു സംശയത്തിൽ നിന്നാണ് ഞാൻ ചോദിച്ചത്. സാറ്, റിട്ട് എന്ന് പറയുന്നത് നമ്മള് ഇതിന്റെ കേസുമായിട്ട് ബന്ധമുള്ളതല്ല. റിട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇന്റർ കണക്റ്റഡ് ഓർ ഇന്റർട്വൈൻഡ് വിത്ത് ദ ന്യൂലി ഫോംഡ് ബൈലോസ്. ഈ ബൈലോ രജിസ്റ്റർ ചെയ്യുന്നതിനാണ് നമ്മൾ ഇംപ്ലിമെന്റ് ആയിട്ട് നമ്മളെ റിട്ട് എടുക്കുന്നത്. നോ സാർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലല്ല, ഞാൻ പറയട്ടെ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ അല്ല, ഞാൻ പറയട്ടെ. ഞാനത് പറഞ്ഞുതരാം സാർ. അതായത് ബൈലോയുടെ ഐഡിയ തന്നെ ഞാനാണ് പറഞ്ഞു കൊടുത്തത് എന്റെ അടുത്ത് വന്നവർക്ക്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ സാറ് തന്നെ അത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. ആരോ പറഞ്ഞു അത് കുഴപ്പമില്ല, അത് നമുക്ക് എഴുത്തുകാരെ കൊണ്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എഴുത്തുകാർ വിചാരിച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. അവസാനം എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, സാറ് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബൈലോ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമാ പാട്ട് എഴുതാൻ വേണ്ടി ഒരാളിനെ പിടിച്ചോണ്ടിരുത്താ സിനിമാ പാട്ട് എഴുതാൻ പറ്റൂല. ബൈലോ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു നിയമമാണ്. അതായത് നമ്മുടെ ഒരു നിയമം നമ്മൾ എഴുതി ഉണ്ടാക്കുന്നതാണ്. അത് എഴുതി നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ വലിയ കാര്യമായിട്ട് പറയണമെന്നല്ല. സാധാരണ ഒരു കേസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിന് ഒരു സിംഗിൾ ഡയമെൻഷനിലാണത്. പക്ഷെ ഇത് മൾട്ടി ഡയമെൻഷനിലാണ്. ഇതിനകത്തുള്ള എന്തൊക്കെ വരാമോ, ഒരു ഭരണഘടനയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ വരാമോ അതെല്ലാം നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഒരു വാക്കോ ഒരു കോമയോ ഒരു പങ്ക്ച്വേഷൻ ഇടണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് എനിക്ക് സമയം ഉണ്ടെങ്കിലേ ഞാൻ എന്റെ സമയം വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ അവസാനം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഡിസംബറിൽ, അതായത് ക്രിസ്മസ് വെക്കേഷൻ വരും, ആ ടൈമിൽ ചെയ്യും. ഇതിന്റെ ഇടയ്ക്ക് വെച്ച് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇപ്പൊ നടക്കൂല, അത് സാറിന്റെ സമയത്ത് സാറ് ചെയ്തു തരും എന്ന് ഉള്ള വാക്കല്ലാതെ ആർക്കും നോവുന്ന ഒരു വാക്കും എൻ്റെ ഓഫീസിൽ നിന്ന് വരില്ല എന്ന് പൂർണ്ണമായ ഒരു ബോധ്യം ഉള്ള ആളാണ് ഞാൻ. അവിടുത്തെ PR അങ്ങനെയാണ്. എല്ലാ വക്കീലന്മാരും തന്നെയാണ് സംസാരിക്കണം, അല്ലാതെ വേറെ ആരും അവിടെ സംസാരിക്കില്ല. എല്ലാ അഡ്വക്കേറ്റ്സ് ആണ് അവിടെ. അഡ്വക്കേറ്റ് ഡോമിനേറ്റിംഗ് ഓഫീസാണ്. അവിടെ ക്ലർക്കിന് ഫീസ് ഇല്ല, സീനിയർ ഫീസ് ഇല്ല, ജൂനിയർ ഫീസ് ഇല്ല. ആകെ റീറ്റെയിനർ ചാർജ് മാത്രമാണുള്ളത്. ഒരു ഫയല് റണ്ണിങ്ങിനുള്ള ഒരു ചാർജ് മാത്രമേ ഞങ്ങൾ വാങ്ങാറുള്ളൂ അവിടെ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. വെറും 1000 രൂപ. ഒരു ഡബിൾ ഗ്രാജുവേഷനുള്ള ഒരു വക്കീലിന് എത്ര കൊടുക്കണം സാർ ഉദ്ദേശിക്കുന്നത്? ഒരു പോസ്റ്റിങ്ങിന് എത്ര രൂപ കൊടുക്കണം സാർ? മൊത്തം വാങ്ങുന്ന 1000 രൂപയാണ്. ഇപ്പൊ വാങ്ങുന്ന 1500 ആണ്. നേരത്തെ വരെ 1000 രൂപയാണ് വാങ്ങുന്നത്. അതായത് ക്ലറിക്കൽ ഉൾപ്പെടെ, അവിടുത്തെ റീറ്റെയിനിങ് ചാർജ് ഉൾപ്പെടെ, അവിടുത്തെ മെയിൻ്റനൻസ് ചാർജ് ഉൾപ്പെടെ എല്ലാം കൂടെ അതിനകത്ത് അത്രയും വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ഓഫീസ് ഇത് ഇങ്ങനെ അല്ല. പല സ്ഥലത്തുനിന്ന് എനിക്കറിയാം. എനിക്ക് അറിഞ്ഞൂടായികയല്ല. ഞാൻ 12 വർഷം ഒരു സീനിയറിന്റെ കൂടെ ഇരുന്നിട്ട് ഇപ്പൊ 30 വർഷമായി. 12 വർഷം ഞാൻ ഒരു സീനിയറിന്റെ കൂടെ ഇരുന്ന് പഠിച്ചവനാണ്. അല്ല 1-2 വർഷം കഴിഞ്ഞ് ഇറങ്ങി ഓടിക്കളഞ്ഞ ആളൊന്നുമല്ല. അത് ഇവിടുത്തെ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു സീനിയറിന്റെ കൂടെയാണ് ഞാൻ ഇരുന്നത്. KS ഗോപിനാഥൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ ജൂനിയറായിട്ട് 12 വർഷം അവിടുത്തെ സിവിൽ മൊത്തം നോക്കി, ക്രിമിനലും നോക്കിയിട്ടുണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ സിവിൽ കേസാണ് പിന്നീട് എനിക്ക് ആളുകൾ തന്നത്. അതുകൊണ്ട് ഞാൻ സിവിലിലേക്ക് സ്പെഷ്യലൈസ്ഡ് ആയി വന്നു. അത്രേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ രീതി. അല്ലാതെ ഓഫീസിൽ നിന്ന് അങ്ങനെ അല്ലാതെ ഒന്നും പറയില്ല.
അതെനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. ഓഫീസിൽ നിന്ന് പക്ഷെ നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കേൾക്കുന്നവരാണല്ലോ, കേൾവിക്കാരനാണല്ലോ അതിന്റെ അത് ഇതിപ്പോ ഇത് നല്ല സംഗീതമാണോ ശുദ്ധ സംഗീതമാണോ എന്നൊക്കെ വിചാരിക്കുന്ന കേൾവിക്കാരനാണ്. അതിന്റെ സാർ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ സെക്രട്ടറിക്ക് അധികാരമില്ലാത്ത സെക്രട്ടറി ആ 3 മാസം കഴിഞ്ഞപ്പോ കഴിഞ്ഞല്ലോ, ആദ്യത്തെ ആ 2 വർഷം. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ലെറ്ററുകൾ അയക്കുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള ഒരു കോടതി ലക്ഷ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനത്തിനെ കുറിച്ചുള്ളതാണ് ഞാൻ റിട്ടേൺ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് നമ്മളെങ്കിൽ ആ 3 months, അതായത് എനിക്ക് തോന്നുന്നു 23 മെയ്യിലെ എന്താണ് ഇത് മാർച്ചിൽ എന്താണ് നമ്മൾക്കൊരു ഇത് കിട്ടുന്നത്, ഇഞ്ചക്ഷൻ ഓർഡർ അല്ലെ മിസ്റ്റർ സജിത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ സെക്രട്ടറി അതിനുശേഷവും സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാൻ ഉൾപ്പെടുന്ന എല്ലാവർക്കും ഇങ്ങനെ മന്ത്ലി ചാർജസിന് വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നോട്ടീസ് അയച്ചിരുന്നെങ്കിൽ ആ 3 months കഴിഞ്ഞ ഉടൻ എപ്പോഴും ഒരു അവസരം നോക്കിയിരിക്കുക എന്ന് പറയും. അവസരം തീരുന്ന സമയം, ഒരു നോട്ടീസ് പീരീഡ് കഴിഞ്ഞ ഉടൻ നമ്മൾ ചാടി വീഴുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതമായ ഒരു സമയവും കാലവും. അപ്പോ ആ 3 months കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ എനിക്ക് ഉൾപ്പെടെ കിട്ടിയ നോട്ടീസ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു എങ്കിൽ ഇപ്പോഴത് ചെയ്യാൻ കഴിയുമോ? ഇപ്പൊ ചെയ്യാൻ പറ്റും. നോട്ടീസ് അങ്ങനെ കിട്ടിയെന്ന് എന്റെ കയ്യിൽ ആദ്യം കൊണ്ടുവന്നത് മിസ്റ്റർ സജിത്താണ്. അതിന് ഞാനിപ്പോ അതായത് കേസ് വന്നപ്പോ അല്ല സാർ, അത് കേസ് ഞാൻ പറയുന്നത് ഡ്യൂസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് മന്ത്ലി തരുന്ന അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ടൈമിൽ തരുന്ന ഇത്ര ഡ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസ് ഉണ്ട് നമുക്ക്. ആ നോട്ടീസിൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ ഭാസ്കരനാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ ലെറ്റർ ഹെഡിൽ ഈ പഴയ കമ്മിറ്റി, ഈ ഒരു 10 വർഷത്തിന് മുമ്പുള്ള ആ ഒരു കമ്മിറ്റി, ഞങ്ങളാരും കാണാത്ത കുറെ ആൾക്കാരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. അവരൊക്കെ മരിച്ചോ ജീവിച്ചോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ആ ലെറ്റർ ഹെഡിലാണ് തരുന്നത്. അപ്പൊ ആ ലെറ്റർ ഹെഡ് വെച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് ഇപ്പോ ചെയ്യാൻ പറ്റും. അത് നമുക്ക് സൂട്ട് കൊടുത്ത് ഇത് റെസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. അവര് ഇങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യരുതെന്നും ഇങ്ങനെ നോട്ടീസ് ഇഷ്യൂ ചെയ്യരുതെന്നും അവര് ദേ ആർ നോട്ട് ദ ഓഫീസ് ബെയറേഴ്സ് ഓഫ് ദി so-called association. The association itself has no legal validity because the association has to submit each and every year's audited account to the registrar of societies. അത് ചെയ്തിട്ടുണ്ടോ? ഇതൊന്നും ഇല്ലാതെ ഒരു സൊസൈറ്റി, അതായത് ഈ ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടില് പറയുന്ന കാര്യം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓരോ വർഷവും അവിടെ വരവ് ചെലവ് കണക്ക് ഓഡിറ്റഡ് ആയിട്ട് അവിടെ കൊടുക്കണം. റിപ്പോർട്ട് ഉൾപ്പെടെ അത് കൊടുത്തിട്ടില്ല. ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ 31 മാർച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 30-നകത്ത് ആണ് സാർ. പക്ഷെ ഇറ്റ് ഈസ് ഒബ്വിയസ്. കാരണം എന്താ തന്നെ 2 വർഷമായിട്ട് ഇലക്ഷനും ഇല്ല. പിന്നെ ഇത് ഇവരെന്തെടുത്ത് വെച്ച് കൊടുക്കും? ഇവരെവിടെ മീറ്റിംഗ് വിളിച്ചു? ഒന്നും ചെയ്തിട്ടില്ല. അത് വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്. ഇനി അങ്ങനെ അവര് നമ്മൾ ഈ 2 വർഷത്തില് അവർക്ക് മീറ്റിംഗ് വിളിക്കാൻ അധികാരമില്ലായിരുന്നിട്ടും അവര് ട്രാവൻകൂർ സൊസൈറ്റി ആക്ട് അനുസരിച്ചിട്ട് അവരൊരു റിപ്പോർട്ടും ഓഡിറ്റും ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും ഒപ്പോസ് ചെയ്യേണ്ടതല്ലോ നമ്മള് വേണം. അപ്പൊ ഈ 2 കാര്യങ്ങളും ഇമ്മീഡിയറ്റ് ആയിട്ട് ഹൈക്കോടതി ഒരു സൈഡിൽ നടന്നോട്ടെ, അത് നടക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് എന്റെ അഭിപ്രായം. മറ്റുള്ളവരെ കൂടി പറയാനാ പറയുന്നത്. ഈ ഭാസ്കരൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു വാളായിട്ട് മേളിൽ നിൽക്കുകയും അദ്ദേഹം അധികാരം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ സജിത്തിന് തന്നെ അയച്ചത് ആ രീതിയിലാണ്. അപ്പോ ഈ രീതിയിൽ ഒരു സംഗതി എന്താ പറയുക, ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേന്നോ അല്ലെങ്കിൽ താമസിച്ചു എങ്കിൽ പോലും താമസിച്ചു. അത് ആ 3 months കഴിഞ്ഞപ്പോ തന്നെ അല്ലെങ്കിൽ 1 വർഷത്തിനകത്ത് ചെയ്യണമായിരുന്നു. കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഒരു അഭിപ്രായങ്ങൾ അത് ചെയ്യണം. അങ്ങനെ നോട്ടീസ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോട്ടീസ് കിട്ടിയിട്ടുള്ള എല്ലാ പേരും കൂടെ ചേർന്ന് ഒരുമിച്ച് കൊടുത്താലും മതി. ഒരേ കോസാണ് വരുന്നത്, ഒരേ നേച്ചർ ഉള്ളതുകൊണ്ട്. അപ്പൊ ഒരുപാട് മൾട്ടിപ്പിൾ സൂട്ടുകൾ ഒഴിവാക്കാം. കുറച്ച് പേര്, ഇപ്പൊ 5 പേർക്കോ 10 പേർക്കോ വന്നിട്ടുണ്ടെങ്കിൽ ഈ 10 പേര് വാദികളായിട്ട് ചേർന്നിട്ട് ഇവിടെ സൂട്ട് കൊടുത്തിട്ട് ഇത് റെസ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ മേടിക്കണം. അഡ്വക്കേറ്റിനെ കണ്ട് അങ്ങനെ സംസാരിച്ച് നോട്ടീസ് കൊടുത്ത് അത് ചെയ്യണം. അത് അദ്ദേഹത്തിന് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അത് ചെയ്യാം. ഇനിയിപ്പോ ഞാൻ അതിവിടെ ഇനി കൂടുതൽ കേസ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞളയരുത്. ആർക്കെങ്കിലും കേസ് കിട്ടും, അതല്ല ഞാൻ പറയണത്. പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, കേസ് കൊടുക്കണം, ചങ്ങലേക്ക് ഇടാൻ പറ്റുള്ളൂ. അതെ, അതല്ല സാർ, ഒരാള് നമ്മളെ വെട്ടാൻ വാളുമായിട്ട് വരുമ്പോ അയാളെ താഴെ ഇടുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. വെട്ട് കൊണ്ടതിന് ശേഷം ഹോസ്പിറ്റലിൽ പോവുകയല്ലല്ലോ വേണ്ടത്. അതെ, അതാണ് ഇവിടെ അദ്ദേഹത്തിന് സജിത്തിന് വന്നതും അത് തന്നെയാണ്.
അതെ അതെ അതെ. നമ്മൾ ഇത് മുന്നേ ചെയ്തിരുന്നെങ്കിൽ, കഴിഞ്ഞ വർഷം ചെയ്തിരുന്നെങ്കിൽ സജിത്തിന് ഈ നോട്ടീസ് ഇപ്പൊ വരില്ലായിരുന്നു. ഇല്ല സാർ, കഴിഞ്ഞ വർഷമൊക്കെ അവർ നോട്ടീസ് അയച്ചായിരുന്നു. ഉണ്ട്. ഇല്ല, ഇങ്ങനത്തെ അല്ല സാർ, സർ ഇങ്ങനത്തെ ഏകദേശം എല്ലാ മാസവും എല്ലാവർക്കും ഡ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് നോട്ടീസ് വരുന്നുണ്ട്. ആ അതായത് ഇനിയിപ്പോ ഇപ്പൊ എനിക്ക് ഇനിയിപ്പോ ഈ ഒരു മാസം വന്നതിനകത്ത് മാത്രം വേവിംഗ് ദ ഇൻട്രസ്റ്റ് ഡ്യൂസ് എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരെണ്ണം വന്നിരിക്കുന്നത്. ഇനി വല്ല മറുപടിയും കൊടുക്കണോ അല്ലെങ്കിൽ അതിനൊരു കാര്യം ചെയ്താൽ മതി. ഞാനൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഇതെല്ലാരും കൂടെ ചേർന്ന് ഇപ്പം നോട്ടീസ് വന്നിട്ടുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട്, അല്ലെങ്കിൽ ഇത് ഇവിടെയാണോ കൊടുക്കേണ്ടത്? മുനിസിപ്പലിലാണോ, ജില്ലയിലാണോ? മുനിസിപ്പൽ കൊടുത്താൽ മതി. മുനിസിപ്പൽ കൊടുക്കണം. അത് കൊടുക്കണം. അങ്ങനെ ഒരു സൂട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അത് അയാൾക്കെതിരെ ഒരു ഓർഡർ മേടിച്ചാൽ പിന്നെ അയാൾ മിണ്ടാതെ ഇരിക്കും. കോടതിയിലേക്ക് ആക്കാമല്ലോ നമുക്ക്, അല്ലേ? പിന്നെന്ത്, മിണ്ടാതിരിക്കും. കോടതി അലക്ഷ്യമാക്കാലോ. അതിനുശേഷം നമുക്ക് വന്നു കഴിഞ്ഞാല് കോടതി അലക്ഷ്യമാക്കാലോ. തീർച്ചയായിട്ടും. ശരി, ഒരു ദിവസമെങ്കിലും പിടിച്ചാത്തിടാൻ പറ്റുമോ? നമ്മുടെ വിഷയമല്ല, നമുക്ക് നമ്മുടെ മുന്നോട്ട് പോവാം. അതെ രാജീവ് സാറേ, അതിപ്പോ ഇപ്പൊ പറഞ്ഞ ഷാജി സാറ് പറഞ്ഞ നോട്ടീസ് എല്ലാ മാസവും ഒരു 39-40 പേർക്കും മിനിമം പോകുന്നുണ്ട്. 38 പേർക്കും പോകുന്നുണ്ട്. അവരൊന്നും ന്യൂസ് കൊടുക്കാത്ത ആൾക്കാരാ. അത് എല്ലാ മാസവും പോസ്റ്റ് അവര് നിൽക്കുന്നുണ്ടോ, നമ്മളെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സൂട്ട് കൊടുക്കണം. ഞാൻ 30 7-8 പേര് നിൽക്കും. അല്ല, ഇപ്പൊ സൂട്ട് കൊടുത്താൽ മാത്രമല്ല, അയാൾ ഇപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് മൊത്തം കളക്ട് ചെയ്യാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിലല്ല കുറച്ചു പേരെങ്കിലും ഇൻട്രസ്റ്റ് വേവ് ചെയ്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ ലക്ഷങ്ങൾ കൊടുക്കാനുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർ ആ ഒരു അതിമോഹം ആലോചിച്ച് ചിലപ്പം പേയ്മെന്റ് കൊടുത്തു എന്നും വരും. അപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അത് തടയാൻ പറ്റൂലൂ. ആ ഒരു അതാണ് ഞാൻ പറഞ്ഞത്. അത് ആരെങ്കിലും ഒക്കെ ഇപ്പൊ കിട്ടിയ നോട്ടീസ് കിട്ടിയ ആരെങ്കിലും ഒക്കെ ഒരു സൂട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കോമൺ ആയിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് സാറേ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. 32 പേർക്കുണ്ട്. അപ്പൊ അത് എന്താ ഇപ്പൊ നമ്മളൊരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ഒരു കമ്മിറ്റി ഉണ്ട്, 2 കമ്മിറ്റി പോലെ ഒരെണ്ണമുണ്ട്. അതില് അവർക്ക് ലീഗലായിട്ട് എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ നമ്മളൊക്കെ പകരമായിട്ട്? അതായത് അഡ്വോക്ക് എന്ന് പറയുന്നത് ഏത് സംഘടനയാണ്? ഈ സംഘടന നമ്മളെ പുതിയ സംഘടനയാണ്. നമ്മുടെ ഇതില് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത് ഫോളോ അപ്പ് ചെയ്യുന്ന 5 പേരല്ലേ സജ്ജത്ത്? അത് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അങ്ങനെ ചെയ്ത് തുടങ്ങാം. അപ്പൊ അത് ചെയ്ത് തുടങ്ങുമ്പോ വി ആർ റെപ്രസെന്റിങ് ദി കമ്മ്യൂണിറ്റി എന്നുള്ളത് വരും അതിനകത്ത്. ഇതില് വേറൊരു പ്രശ്നമുള്ളത്, ഇപ്പൊ ഡേ ടു ഡേ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഭാസ്കരനാണ്. അതിപ്പോ നമ്മൾ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞാല് അത് പ്രശ്നമാകുമോ, ഡിസ്പ്യൂട്ട് ആകുമോ? ഇപ്പൊ ആൾറെഡി ഡിസ്പ്യൂട്ട് അല്ലേ? ലീഗലി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഞങ്ങളുടെ സംശയം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഒരു മിസ്റ്റർ സജിത്തിനെ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ മിസ്റ്റർ ശ്രീകാന്തിനെ എന്ന് പറയുന്ന ആളിനെ നമ്മളെ എല്ലാവരും കൂടി ഒരാളെ ചുമതലപ്പെടുത്തിയെന്ന് വിചാരിക്കുക. ഇദ്ദേഹത്തിന് ഈ കാര്യവും പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഇനി ഒരു പേഴ്സണൽ പ്രശ്നം വരുമോ? നമ്മൾക്ക് വേണ്ടി? ഇല്ല സാർ, നമുക്ക് വേണ്ടി എന്നുള്ളതല്ല, നമുക്ക് എല്ലാ പേർക്കും വേണ്ടിയിട്ടാണ് സംഘടന ഉണ്ടായത്. ആ സംഘടന നമ്മൾ ഇതിനെ ഓവർടേക്ക് ചെയ്യണം. ഒരു വണ്ടി ഉണ്ട്, അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു വണ്ടിയും കൂടെ നമ്മൾ മേടിച്ചു. ആ വണ്ടിയിൽ നമുക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിന്റെ അതേ ചോദ്യമാണ്. ഓവർടേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ് അല്ലാത്ത ഒരു പാസേജ് വരുമ്പോൾ നമ്മൾ ഓവർടേക്ക് ചെയ്യും. അതാണ് നമ്മൾ പറയുന്നത്. അതിനാണ് നമ്മൾ ഹൈക്കോടതിയിൽ മറ്റൊന്നും കൂടെ കൊടുക്കാം. സൈമൾട്ടേനിയസ്ലി നമ്മളെ ബുക്ക് പേപ്പറുകളെല്ലാം ശരിയാക്കണം. നമ്മളെ രജിസ്റ്ററുകൾ, ഞാൻ അതാണ് അത് പറഞ്ഞത്. ആ രജിസ്റ്ററുകൾ എല്ലാം ക്ലിയർ ആയിട്ട് നമ്മളും കൂടെ നോക്കി അത് ക്ലിയർ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് പ്രൊസീഡ് ചെയ്യാം. പ്രൊസീഡ് ചെയ്താലുള്ള ഗുണം 2 ആണ്. ഒന്ന്, നേരത്തെ സാബു സാറ് പറഞ്ഞതുപോലെ നമ്മുടെ സംഘടനയും കൂടെ വരും പാരലായിട്ട്. അപ്പോ പാരലായിട്ട് വരുമ്പം ഇത് ഏത് കമ്പീറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം നമ്മുടേത് സ്റ്റാറ്റ്യൂട്ടറി ആണ്, മറ്റത് സ്റ്റാറ്റ്യൂട്ടറി അല്ല. മറ്റത് ചാരിറ്റബിൾ സൊസൈറ്റി ആണ്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ അപ്പാർട്ട്മെന്റ് ഓണേഴ്സ് ആണ്. കാരണം അപ്പാർട്ട്മെന്റ് ഓണർഷിപ്പ് ആക്ടിൽ പറയുന്ന സാധനമാണ്. അതാണ് അവിടെ കമ്പീറ്റിംഗിൽ നമുക്ക് വരുന്ന ഒരു ഗുണം. അതാണ് ചെയ്യുന്നത്. സാർ പറഞ്ഞില്ലേ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാമെന്ന്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലിഫ്റ്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ഭാസ്കരൻ ഒന്നും ചെയ്യുന്നില്ല ലിഫ്റ്റിന് വേണ്ടി.
ജോൺസൺ ലിഫ്റ്റുകാർ പറഞ്ഞത് AMC പുതുക്കുന്നില്ല, അതുകൊണ്ടൊന്നും ചെയ്യത്തില്ല എന്നാണ്. മാഡം, ഞാൻ ഒരു കാര്യം പറയാം. ഇതിന്റെ നമ്മുടെ ഈ സംഘടനയുടെ അതായത് പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കണം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മളെ രജിസ്റ്ററുകളും മിനിറ്റ്സുകളും എല്ലാം ക്ലിയർ ചെയ്യണം. രജിസ്റ്ററുകളും മിനിറ്റ്സുകളും എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ നേരത്തെ സാബു സാർ പറഞ്ഞതുപോലെ നമ്മളൊരു ഭാരവാഹികളെ അഡ്വോക്കേറ്റ് എടുക്കാൻ പറ്റും. തൽക്കാലം ആ ഭാരവാഹികള് ജോൺസൺ ലിഫ്റ്റുകാരുമായി ബന്ധപ്പെട്ട് എഗ്രിമെന്റ് വെച്ച് എഗ്രിമെന്റിൽ ഒപ്പിടണം. ജോൺസൺകാര് പോരാന്ന് പറയണമെങ്കിൽ മാത്രമല്ലേ കുഴപ്പമുള്ളൂ. ചിലപ്പോൾ അവർ ഒപ്പിട്ടു, ആ ഒപ്പിട്ട് കഴിഞ്ഞാല് അവര് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പൊ ഇയാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കും സ്വാഭാവികമായിട്ട്. നമ്മളത് പ്രശ്നം ഉണ്ടാക്കൂല നമ്മൾ വിചാരിക്കേണ്ട. പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെ ഓവർകം ചെയ്യും. ആദ്യത്തെ ഓവർകം, ആ ഓവർകമ്മിങ് മാത്രമാണ് ഇതിൽ നിന്നുള്ള നമുക്ക് പുറത്തിറങ്ങാനുള്ള ഒരേ ഒരു വഴി. അല്ലാതെ നമ്മൾ സ്മൂത്തായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി. കാരണം ഇതിങ്ങനെ വന്ന് നിൽക്കുകയല്ലേ, ഇത് രണ്ടും ഇങ്ങനെ നിൽക്കുകയല്ലേ എത്രയോ വർഷമായിട്ട്. അപ്പൊ നമ്മൾ ആരും ഇതിനെ എതിർത്തില്ല, നമ്മൾ ആരും ഇതിനെക്കുറിച്ച് അവബോധം ഉണ്ടായില്ല. അയാള് ഈ പുതിയ കേസിൽ പറയണമെന്ന് പറഞ്ഞാൽ നേരത്തെ എക്സ്പെർട്ട് പാനലാണ് ആ നേരത്തെ ഉള്ള ബൈലോ ഉണ്ടാക്കിയത്. ഒരു ജഡ്ജ്, നേരത്തെ ഉള്ള ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള പാനൽ ഓഫ് എക്സ്പെർട്സ് ആണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് അത് വലിയ സംഭവമാണ്. അത് സംഭവം അല്ല എന്നൊന്നുമല്ല നമ്മൾ പറഞ്ഞത്. പക്ഷേ അത് ഞാൻ ഇപ്പൊ അതിന് ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോ ആണുങ്ങൾക്ക് എന്തായാലും ചുരിദാർ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ, സ്വാഭാവികം. അല്ലെങ്കിൽ സാരി ഉടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? സാരി വസ്ത്രം തന്നെയാണ്, സംശയമൊന്നുമില്ല. മുണ്ടല്ലേ നമുക്ക് ഉടുക്കാൻ പറ്റുള്ളൂ അറ്റ് ദ മോസ്റ്റ്. സാരി ഉടുക്കാൻ പറ്റില്ല. അപ്പൊ ചേല ഉടുക്കാം എന്ന് പറഞ്ഞാല് ആണുങ്ങളാണെങ്കിൽ മുണ്ടുടുക്കണം, പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ സാരി ഉടുക്കണം, ചേല ഉടുക്കുക എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സംഘടന വേണം. അത് രണ്ട് സംഘടന കമ്പീറ്റിംഗ് ആയിട്ട് രണ്ട് സംഘടന ഇപ്പൊ വന്നു. ഇപ്പൊ ഇതിൽ ഏതാണ് ഒരാൾക്ക് ചേരുന്നത്? ഈ സംഘടനയ്ക്ക് ചേരുന്നത് ആക്ടിൽ പറയുന്ന സംഘടന. ആക്ടിൽ പറയുന്ന സംഘടന ഏതാണ്? നമ്മളത്, അവരുടേതല്ല. അത് ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ചാരിറ്റി പർപ്പസിനുള്ളതാണ്. ഫൈൻ ആർട്സിനും മറ്റുമൊക്കെ അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. അതല്ല. ദിസ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദിസ് പർപ്പസ്. അപ്പൊ ആ കോമ്പിറ്റന്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കമ്പീറ്റൻസി വരുമ്പോ ഇതിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവും എന്നുള്ളത് തന്നെയാണ് അതിന്റെ രത്ന ചുരുക്കം. അപ്പൊ അതുകൊണ്ട് നമ്മള് ജോൺസൺ ലിഫ്റ്റുകാരെ പോയി നമ്മൾ പാരലായിട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പേപ്പർ വർക്ക് ആദ്യം ക്ലിയർ ചെയ്യുക, നമ്മുടെ അതായത് രജിസ്റ്റേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ തീരുമാനം എടുക്കുക. തീരുമാനമെടുത്തിട്ട് പത്രവും വാങ്ങിച്ച് ജോൺസണുമായിട്ട് നമ്മളൊരു കരാർ വയ്ക്കുക. നമ്മളെ ഫണ്ടിൽ നിന്ന് അവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ക്യാഷ് ആയിട്ട് കൊടുക്കരുത്, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ ട്രാൻസാക്ഷൻ ആയി, നമ്മളത് ടേക്ക് ഓവർ ചെയ്തു. ശരിക്കും ആക്ച്വലി ഇപ്പൊ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന അവർക്ക് തന്നെ ഈ ജോൺസൺകാരുമായിട്ട് നമുക്ക് പറയാമല്ലോ, നമുക്ക് അക്കൗണ്ട് ഉണ്ട് ഈ പേരില്. നമ്മളത് മാഡം അതൊന്നും നമ്മൾ അവരോട് പറയണ്ട. നമ്മള് റെസിഡൻസ് അസോസിയേഷൻ ആണ്. ആ റെസിഡൻസ് അസോസിയേഷൻ നമുക്ക് ഇതിന് AMC നമുക്ക് ഉണ്ടാക്കണം, അതിന്റെ കരാറ് നമുക്ക് എപ്പോഴും ചെയ്യാം എന്ന് ചോദിക്കുക. നമ്മളല്ലാതെ നമ്മൾ ഇങ്ങനെയാണ്. പിന്നെ പണ്ടുള്ളവർ പറയും ആട്ടിനെ ചോദിച്ചുകൊണ്ട് കായം അരയ്ക്കാൻ പറ്റൂല എന്ന് പറയും. അപ്പൊ ആടിന് ചിലപ്പോൾ ഈ ദഹനക്കേട് വരുമ്പോ കായം എന്ന് പറയുന്ന സാധനം അരച്ചു കൊടുക്കും പണ്ട്. അപ്പൊ ആടിന് കായം തിന്നാൻ ഒരു താല്പര്യമില്ല. അപ്പൊ ആടിനോട് ചോദിക്കണം കായം അരച്ചു തരട്ടെ ആട് എന്ന് ചോദിച്ചാൽ ആട് എന്തെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. അതിനെ നാക്കിങ്ങോട്ട് പിടിച്ചു വെച്ചിട്ട് കായം അരച്ചിട്ട് അതിനെ ഒഴിച്ചു കൊടുക്കും. ഇതാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഒരു അതാണ് നമ്മൾ അതിനകത്തോട്ട് കയറുക. അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. നമ്മൾ അതിനകത്ത് ഇടിച്ചു കയറുക, അത്രേ ഉള്ളൂ. ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒന്നും തൂക്കിക്കൊള്ളുന്ന പരിപാടികളൊന്നും ഇല്ലല്ലോ. അഡ്മിനിസ്ട്രേഷൻ വേറൊരു പ്രശ്നം വരുന്നുണ്ട്, കുറെ ഡ്യൂസ് ഉണ്ട്. അയാളുടെ ഇപ്പൊ എന്റെ അറിവില് വാട്ടർ അതോറിറ്റിക്ക് ഉണ്ട്, അങ്ങനെ കുറെ സ്ഥലത്ത് അയാൾ ഡ്യൂസ് ഉണ്ട്. കുറെ ഈ മറ്റേ അക്കൗണ്ട്സ് സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറെ ഫൈന് കാര്യങ്ങളെല്ലാം വരും. അപ്പൊ ഇതൊക്കെ അസോസിയേഷൻ വരുമ്പോ ഇതിലോട്ട് ട്രാൻസ്ഫർ അല്ല സാർ, അങ്ങനെയല്ല. നമ്മൾ ടേക്ക് ഓവർ ചെയ്യേണ്ടി വരും. ബിക്കോസ് നമ്മളിപ്പം അതായത് ഇപ്പൊ എന്റെ വീട്ടിലെ ഒരു പട്ടിയെ കാണാതായി. എന്റെ വീട്ടിലെ പട്ടി അവിടെ ഒരു അഴുക്ക് ചാലിൽ കിടക്കുന്നത് കണ്ടു. അതിനെ കുളിപ്പിച്ചെടുക്കേണ്ട ജോലി എനിക്കല്ലേ? ഒരാൾ കണ്ടിട്ട് പറഞ്ഞു നിങ്ങളെ പട്ടിയെ അഴുക്ക് ചാലിൽ കിടക്കുന്നത് കണ്ടു, വേണമെങ്കിൽ നിങ്ങൾ പോയി എടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കുളിപ്പിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ പോയി അതിനെ എടുത്ത് കഴുകി പറകി എടുത്ത് കൊണ്ടുവരേണ്ടി വരും. കാരണം നമ്മുടേതായതുകൊണ്ട്, സംഘടന നമ്മുടേതാണ്, ആ സ്ഥാപനവും നമ്മുടേതാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് തീർക്കേണ്ടി വരും. പ്രൊവൈഡഡ് അയാൾക്കെതിരെ ക്രിമിനൽ കേസ് ഉൾപ്പെടെ ഉള്ളത് എടുത്ത്
ഈ പൈസ മുഴുവൻ ഇവിടെ വയ്പ്പിക്കണം. അത് നമ്മൾ ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, ആ ആക്ഷൻ നമ്മൾ രണ്ടാമത് എടുക്കാം. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. എന്തായാലും സാറ് 1 മണിക്കൂറോളം നമ്മളോട് കൊടുത്തതിന് വളരെ നന്ദിയുണ്ട് സാറേ. എന്തായാലും സാറിന്റെ വിലപ്പെട്ട സമയം നമ്മൾ വന്നതുകൊണ്ട് സാറിന് വളരെ നന്ദിയുണ്ട്. നമ്മളെന്തായാലും ഇനി ഇതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് സാറിനെ അറിയിക്കും. അത് ബാക്കി നമുക്ക് എന്തായാലും എല്ലാ തീരുമാനത്തിലും തന്നെ നമുക്ക് നടക്കട്ടെ, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അത് ഞാൻ മീറ്റിംഗിന് ലീവ് ആവാം. നിങ്ങൾ അല്ല ഞങ്ങൾക്ക് ടൈം ഇപ്പൊ സാറിനോട് സംസാരിച്ചതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇന്ത്യയിലല്ല വിദേശത്തുള്ള ആൾക്കാരാണ്. അതാണ് അവർക്ക് ഒരു ചാൻസ് കൂടി കൊടുത്തതാ. എല്ലാരും വിദേശത്തുള്ള ആൾക്കാരാ. ജോളി നിങ്ങൾക്കൊരു പ്രൈവസി വേണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ക്വിറ്റ് ചെയ്യാം. എന്തായാലും സജിത്തും മറ്റേ അങ്ങനെയുള്ള ഒരു 4-5 പേരാണ് സാധാരണ സാറിനെ കാണുന്നത്. ഓക്കെ, അപ്പം ഞങ്ങള് ഇങ്ങനെ വിദേശത്തും അവിടെ എവിടെയൊക്കെ ഇങ്ങനെ സ്പ്ലിറ്റായി കിടക്കുന്നവരാണ്. വല്ലപ്പോഴും കൂടിയൊക്കെ വന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ അധ്വാനമാണ് അവിടെ കിടക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ലൈഫ് ലോങ് അധ്വാനങ്ങളാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കത് കളയാൻ കഴിയില്ല. അപ്പൊ അവിടെ സാറ് തരുന്ന ഒരു ഉപദേശവും അല്ലെങ്കിൽ ഇപ്പൊ തന്ന ഈ ക്ലാരിറ്റിയും അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് നമുക്ക് പറയാം, ഇംഗ്ലീഷിൽ പറയുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതൊരു വ്യക്തതയോടെ ഇപ്പൊ കിട്ടി സാർ വരാൻ തയ്യാറായതിൽ അതിയായ സന്തോഷമുണ്ട്, അഗാധമായ നന്ദിയും രേഖപ്പെടുത്തും. അപ്പൊ സാറേ ബാക്കി പേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്കിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വിളിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ട് ഞാൻ പറയാം, നേരിട്ട് പറയാം. ഞാൻ നോക്കാം. അത് ഞങ്ങൾ തൽക്കാലം റഫ് ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത്, അത് അവിടെ കൊടുത്തിട്ടുണ്ട്. സാറ് ജസ്റ്റ് നോക്കി എന്തുകൊണ്ട് നമ്മൾ പറയാം, നമ്മൾ വന്ന് ചെയ്തോളാം. അത് ഓക്കെ സാറേ. ഓക്കെ സാറേ, ഓക്കെ, താങ്ക്സ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഓക്കെ ഓക്കെ. അപ്പോ പുള്ളി കട്ടായില്ലേ? അപ്പോ ജേക്കബ് കയറാൻ പറ്റില്ലാന്നോ ജോയി? കട്ടായി. റെക്കോർഡിംഗ് വന്നപ്പോ ഓപ്ഷൻ നോ കൊടുത്തു കാണും. അപ്പൊ അങ്ങനെ ഓട്ടോമാറ്റിക് അത് ശരി. നമ്മളെ ഈ കോൾ റെക്കോർഡ് ചെയ്യാന്ന് പറയുമ്പോഴേ അവര് റെക്കോർഡിംഗ് ഓപ്ഷൻ ഇല്ല. ഒന്നുകൂടി വിളിച്ചിട്ട് കേറാൻ പറഞ്ഞാലോ? ഒന്നുകൂടെ റെക്കോർഡിംഗ് ഓപ്ഷൻ ഓക്കെ കൊടുത്തിട്ട് കയറാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വേറെ ഐഡിന്ന് കയറാൻ പറഞ്ഞാലും മതി. വേറെ പുള്ളിക്ക് വലിയ വശമില്ലല്ലോ. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാല്. അതെ, അല്ല കുഴപ്പമില്ല, കുഴപ്പമില്ല. എന്തായാലും ഏതായാലും നമുക്ക് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാം. ഈ നമ്മുടെ മീറ്റിംഗിൽ റെക്കോർഡിംഗ് അയച്ചു കൊടുക്കാം. പുള്ളിക്ക് എന്തെങ്കിലും റെക്കോർഡിംഗ് അയച്ചതാ. അല്ല, ഇപ്പൊ നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം. എന്തായാലും അയാൾ പറഞ്ഞ പോലെ തന്നെ പ്രൊസീഡ് ചെയ്യാം, അല്ലേ? അതല്ലേ നല്ലത്. എന്താ വെച്ചാൽ നമുക്ക് അല്ലേ, 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് ഈ മുൻസിഫ് കോടതി, 2 റിട്ട് ഹൈക്കോടതി, 3 രജിസ്റ്റർ നമ്മുടെ ഒരു ഫോർമൽ കമ്മിറ്റിയും രജിസ്ട്രാർ മീൻസ് ഈ രജിസ്ട്രേഷൻസ് രജിസ്റ്റർ ബുക്കുകൾ, പിന്നെ മിനിറ്റ്സ് ഉൾപ്പെടെയുള്ള രജിസ്റ്റർ ബുക്കുകൾ, അക്കൗണ്ട്സ് തുടങ്ങിയ കാര്യങ്ങൾ. ഈ 3 മെയിൻ സംഗതി ഉള്ളത് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇതിലിപ്പോ ഷാജി സാറ് ഞങ്ങള് അന്ന് നമ്മൾ തുടങ്ങി അന്ന് ഫസ്റ്റ് മീറ്റിംഗ് ഇതുവരെയുള്ള മിനിറ്റ്സ് കാര്യങ്ങളൊക്കെ ഞങ്ങളെല്ലാം നോട്ട്ബുക്കിൽ എഴുതിയിട്ട് എല്ലാം കൃത്യമായിട്ട് പ്രിയവും എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് ബുക്ക് ഉണ്ടല്ലോ, രജിസ്റ്റർ ബുക്ക്, അതിലേക്ക് വാങ്ങുകയും എടുക്കുകയും ഓൺലൈനിൽ ചേർന്നവർക്ക് ഓൺലൈനിലായിട്ടും അല്ലാത്തവർ അല്ലെങ്കിൽ വരുന്ന സമയത്ത് നമ്മൾ സൈൻ ചെയ്യുകയും ചെയ്ത് വെക്കണം. അതിപ്പോ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അത് അവര് ഡ്രാഫ്റ്റ് ചെയ്ത് അതിനകത്ത് കറക്ഷൻ വരുത്തിക്കോ, അത് പറഞ്ഞാൽ മതി. എന്നിട്ട് ഞങ്ങൾ എഴുതിക്കോ, ആദ്യമായി എഴുതും, പിന്നെ എഴുതണം. ഓക്കെ, നിങ്ങളിപ്പോ ഈ ഡ്രാഫ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിയർ ചെയ്തതിനു ശേഷം അത് ഒറിജിനലിലേക്ക് എടുത്തിട്ട് എഴുതി മറ്റുള്ളവരൊക്കെ സൈൻ ചെയ്ത് പെർഫെക്റ്റ് രജിസ്റ്റർ ആണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് കംപ്ലീറ്റ് രജിസ്റ്റർ. ഇപ്പൊ 4 രജിസ്റ്റർ എങ്കിൽ 4 ബുക്കെങ്കിൽ 4, 5 എങ്കിൽ 5, വട്ടവർ എത്രയെന്ന് ചെയ്യാം. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് വേണ്ടത്? ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി വേണ്ടേ, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്മിറ്റി. ഇനിയിപ്പോ എന്താണ് ഈ 5 അംഗ ഹൈക്കോർട്ട് കമ്മിറ്റി അല്ല വേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങിയ ഫോർമൽ കമ്മിറ്റി എടുത്ത് വേണം മിനിറ്റ്സ് തയ്യാറാക്കാൻ.
ഈ മിനിറ്റ്സിൽ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആ രീതിയിൽ കഴിഞ്ഞ 1 വർഷം മുതലുള്ളത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഫോർമൽ കമ്മിറ്റി ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഇതിലിപ്പോ ഇതിൽ കുറെ ആൾക്കാർ പോയിട്ടുണ്ട്. നമുക്ക് വേണ്ടി നിങ്ങളെല്ലാരും ഒരു കാര്യം ചെയ്യും. എല്ലാവരും അവരോ സ്വയം തീരുമാനിച്ചിട്ട് നമുക്ക് അടുത്തൊരു മീറ്റിംഗ് ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചിട്ട് അത് നമുക്ക് ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ? എനിക്കതിലൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലീഗലി എന്തെങ്കിലും അത് ലീഗലി വാലിഡ് ആണ്? അതിലെന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ നമുക്ക്? കാരണം നമുക്ക് ലെറ്റർ പാഡ് അടിക്കാൻ പറ്റില്ല, ഒന്നും അടിക്കാൻ പറ്റില്ല ഇതിന്റെ പേരിൽ. അല്ലെങ്കിൽ നമ്മളൊരു വേറെ അല്ലാതെ വേറെ ഏതെങ്കിലും പേരിൽ ഒരെണ്ണം ഇത് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അഡ്വക്കേറ്റ് പറഞ്ഞത് നമ്മള് എല്ലാവരും കൂടി ഒരു ബൈലോ ഉണ്ടാക്കിയത് മുതൽ അത് വാലിഡ് ആണ്. പിന്നെ അത് രജിസ്ട്രേഷൻ എന്നുള്ള സാങ്കേതികമായ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാല് അതിന് നമുക്ക് ലെറ്റർ പാഡോ ഒന്നും അടിക്കാൻ പറ്റില്ല. നമുക്ക് അടിക്കാം. അടിക്കുമ്പോഴേക്കും രജിസ്റ്റർ നമ്പറില്ല. കാരണം അഡ്വക്കേറ്റിന്റെ കയ്യിൽ നമ്മള് രജിസ്ട്രാറിലേക്ക് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് അഡ്വക്കേറ്റിന്റെ കയ്യിലുണ്ട്. ആ സമയം മുതൽ നമ്മളുടെ ഫോർമാലിറ്റി സ്റ്റാർട്ട് ചെയ്യാണ്. അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ രജിസ്ട്രാർ ആൻഡ് ഓണേഴ്സ് റെസിഡൻസ് ആൻഡ് ഓണേഴ്സ് ആൻഡ് റെസിഡൻസ് എന്നുള്ള ആ ഒരു പേരുണ്ടല്ലോ, ബൈലോയിലുള്ള ആ ഒരു പേര്, അത് വെച്ചിട്ട് നമുക്ക് ലെറ്റർ ഹെഡ് അടിക്കാം, ടെമ്പററി ലെറ്റർ ഹെഡ് അടിക്കാം. പക്ഷെ രജിസ്റ്റർ നമ്പർ ബ്ലാങ്ക് ആയിരിക്കും. എനിക്ക് സംശയം ആ പേര് വെച്ച് അടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതല്ല, ആ പേരിൽ മൂവ് ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലെ, ആ പേര് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ബുദ്ധിമുട്ടില്ല. ഇതിനൊരു പകുതി സപ്പോർട്ട് ഉണ്ട്. ഞാൻ പറയാൻ കാര്യം, ഒരേ സംഘടനയുടെ 2 ലെറ്റർ പാഡ് പാടില്ല. സപ്പോർട്ടാണ്. നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും രജിസ്ട്രാർക്ക് എല്ലാ പേപ്പറും തയ്യാറാക്കി സബ്മിറ്റ് ചെയ്തെന്നല്ലേ റിക്വസ്റ്റ് കൊടുത്തു അല്ലെ? റിക്വസ്റ്റ് കൊടുത്തത് റിജക്ട് ചെയ്തു. അതെ, ആ റിജക്ഷന്റെ കോപ്പി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ റിജക്ഷൻ കോപ്പിയാണ് നമ്മുടെ ഒരു വാലിഡിറ്റി, നമ്മുടെ ഈ ബോഡിയുടെ ഒരു വാലിഡിറ്റി. അതെ, അത് ഈ പറഞ്ഞ പോലെ ഈ 100% ആയിട്ടില്ല, ഓൺ പ്രോസസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സെക്രട്ടറി ഈ കാര്യങ്ങൾ ഈ 3 കാര്യങ്ങളും സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി വേണം. സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഖജാൻജി തുടങ്ങിയ ബ്ലാ 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 വട്ടവർ വരുന്നവര്, അത്രയും ഒരു 11 or 13 പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അത്രയും എടുത്ത് അതിൽ നിന്നുള്ളവരെ ഈ രീതിയിൽ എടുത്ത്, അതായത് നമ്മളുടെ ഫോർമലായിട്ട് തന്നെ അങ്ങ് പോകുന്നു. അതിലെന്തെങ്കിലും കോൺസിക്വൻസസ് വരികയാണെങ്കിൽ അഡ്വക്കേറ്റ് കയ്യിലുണ്ട്, അദ്ദേഹത്തിന് ഏൽപ്പിക്കുക എന്നേ ഉള്ളൂ. തീർച്ചയായും അങ്ങനെ ചെയ്യാം എന്തായാലും. അപ്പൊ എല്ലാരും നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞ ഒരു മീറ്റിംഗ് വിളിക്കാം. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ഡിസൈഡ് ഒക്കെ ചെയ്ത് വെക്ക്, മാനസികമായി തയ്യാറെടുത്ത് വെക്കുക എല്ലാവരും. അപ്പം കാര്യമുണ്ട്, അവിടെ താമസിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് നമുക്ക് വേണം. ഇനി ഈ മുമ്പിലത്തെ ഒരു അബദ്ധം, അതാണ് മൊത്തത്തില് ഒരു രജിസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും ഓണേഴ്സിന് ഒരു രജിസ്റ്റർ ഉണ്ട്, റെസിഡൻസിന് മറ്റൊരു രജിസ്റ്റർ. ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരാളെ റെസ്പോൺസിബിൾ ആയിട്ട് ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു ഭാഗം എഴുതുന്നു, സജിത്ത് മറ്റൊരു ഭാഗം എഴുതുന്നു, ശ്രീകാന്ത് വേറൊരു ഭാഗം, ജോയി മറ്റൊരു ഭാഗം, അത് പാടില്ല. സ്ട്രോങ് ആയിട്ട് ഒരാള് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവരത് കൃത്യം പറയുന്ന സമയത്ത് പറയുന്ന രീതിയിൽ ചെയ്യാൻ തയ്യാറാകുന്ന രീതിയിൽ അതിന് വേണ്ടുന്നുള്ള റിസോഴ്സസ് കണ്ടെത്തി നമ്മൾ ഏൽപ്പിക്കേണ്ടിയുണ്ട്. ഞാൻ അതിൽ ഉദ്ദേശിച്ചത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ താമസിക്കുന്നവരായിരിക്കണം. അതെ അതെ, ഞാൻ പറഞ്ഞത് ഈ നമ്മളെ ഗവേണിങ്സ് നമ്മുടേതായ സമയത്തിന് ഗവേണിങ്സ് ചെയ്യാം, പക്ഷെ എക്സിക്യൂഷൻ കൃത്യമായിരിക്കണം. അതാണ് ശരി.
അല്ല, അത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഹൈക്കോർട്ടിൽ കൊടുക്കേണ്ട അതിന് സാറിനെ ഏൽപ്പിക്കണം. നമുക്ക് പോയി ഫീസും കാര്യങ്ങളും അതെ ഏൽപ്പിച്ചിട്ട് അതെ അതുകൊണ്ടാണ് അത് അത് മാത്രം ഈ മൂന്നും ചെയ്യണം. മുൻസിഫ് കോടതിയിലും പോകണം. ഇല്ലെങ്കിൽ ഇനിയും നമ്മള് സെക്രട്ടറി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അതാണ് എനിക്ക് തോന്നുന്നത്, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് അത് ആദ്യം ചെയ്യണം. മുൻസിഫ് അതിന്റെ കോടതിയിൽ ഒരു കൂട്ടത്തിൽ സാധനം ഇതും കൊടുത്തു കൊടുക്കണം. കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാല് എപ്പോഴെങ്കിലും കിട്ടി അത് വെച്ചിട്ട് നമ്മൾക്കൊരു ബലമാണ് അത്. അല്ല ഇപ്പൊ പുള്ളി ഇപ്പൊ ഓൾറെഡി ഏതായാലും കുട്ടപ്പനെ ആയാല് അതായത് എന്റെ ഒരു അഭിപ്രായം ഇപ്പം കുട്ടപ്പൻ ഉൾപ്പെടെ ഉള്ളവരെ ഉൾപ്പെടെ ഉള്ളവരെ ഒന്ന് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ മുൻസിഫ് കോടതി 5 or 10 പേരടങ്ങുന്ന ഒരു വാദി ഗ്രൂപ്പുകൾ ചേർന്ന് മുൻസിഫ് കോടതിയിലേക്ക് പോകുന്നതാണ് ഏറ്റവും അവരെ ബ്ലോക്ക് ചെയ്യാനുള്ളത്. അതിനോടാണ് അതിനോട് ചേർന്നിട്ടാണ് റിട്ടും മറ്റ് രജിസ്ട്രാറും രജിസ്റ്റർ ബുക്സുകളും കാര്യങ്ങളും എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ ഫോർമാലിറ്റിയിലേക്ക് പോകുന്നതാണ്. ഇനി അടുത്ത ഈ മൂന്ന് അദ്ദേഹം പറഞ്ഞ പോയിന്റിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. അടുത്ത 4ാമത്തെ പോയിന്റ് ആണ് നമ്മൾ അവിടെ മെയിൻ്റനൻസ് നമ്മൾ ചോദിച്ചു. മെയിൻ്റനൻസ് അതായത് എക്സിക്യൂഷൻ. അങ്ങനെ ഈ 4 പോയിന്റിനും പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇനി ഒരു ടീം വർക്ക് വേണ്ടത്. അത് അത്രയും പെട്ടെന്ന് ചെയ്യണം. അത്രയും പെട്ടെന്ന് ഇത് എന്റെ ഒരു അഭിപ്രായം. ഇത് നമ്മൾ ആദ്യം തന്നെ പിന്നെ മുനിസിപ്പൽ ഇത് കൊടുത്തതിന് ശേഷം ഇപ്പം ഭാസ്കറിന് ഇപ്പം വിചാരിക്കുന്നത് ഞാൻ വേറെ രീതിയിൽ അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഭാസ്കറിന്റെ കയ്യിൽ നിന്ന് പോകുന്ന ഭാസ്കറിന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഭാസ്കറിന് ഈ ഡ്യൂസ് ഉള്ളവരെയൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് അത് ചെയ്ത് ഇത് ചെയ്യാൻ പറഞ്ഞുള്ള കാശ് വാങ്ങിച്ചിട്ട് ഇന്നാൾ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ കാര്യത്തിൽ പോവുകയും ചെയ്ത് ഇവിടെ കിടന്നു പോയത് വെള്ളക്കോളമാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത് ബ്ലോക്ക് ചെയ്ത് ആരെ കൊണ്ട് കൊടുപ്പിക്കാതിരിക്കും. അങ്ങനെ മുനിസിപ്പൽ അതല്ല അത് കഴിഞ്ഞതിന് ശേഷം തീരുമാനമായിട്ട് അതങ്ങ് നമുക്ക് തുടങ്ങാം. അത് കഴിക്കും. എന്നിട്ട് നമുക്ക് അടുത്ത തീരുമാനമായിട്ട് അതങ്ങ് നോട്ട് ചെയ്ത് വെക്കുക. നാളെ മുതൽ ആ പേപ്പർ വർക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് നമ്മൾ അങ്ങോട്ട് ചുമതലപ്പെടുത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുക. ഒരു പുതിയൊരു നോട്ടീസ് ബോർഡ് ഇട്ടിട്ട് അതിലൊരു നോട്ടിഫിക്കേഷൻ എല്ലാവരും വായിക്കുന്നുള്ള രീതിയിൽ ഉറപ്പിക്കുക. അതാണ് അത് അത്യാവശ്യമാണ്. ആ നോട്ടീസ് ബോർഡ് അത്യാവശ്യമാണ്. അതിനൊന്നും ലീഗൽ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീരുമാനിക്കാം. നമ്മളാണ് അവിടുത്തെ അസോസിയേഷൻ. അപ്പൊ നമ്മളോട് സഹകരിക്കാത്തവരും വന്ന് നോക്കും ഈ നോട്ടീസ് ബോർഡ് എന്ത് വന്നോ. അതെ, അല്ലെ ഓൾറെഡി എന്റെ പെറ്റീഷൻ പോയി കഴിഞ്ഞു. അതിന് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് ഒരു അധികാരം വാങ്ങാനോ വിളിക്കാനോ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് മറ്റുള്ള ആൾക്കാരോട് പോയി കഴിഞ്ഞാൽ അത് നല്ല സ്ട്രോങ് ആയി അവിടെ നിൽക്കും. അത് അപ്പൊ എനിക്ക് അറിയാൻ പറ്റിയ ആരൊക്കെയാണ് ഇതിന് നിൽക്കുക എന്ന് പറഞ്ഞാല് ആ രീതിയിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്തു പോകാം. അതിനുള്ള സംഗതി സ്റ്റാർട്ട് ചെയ്യുക എങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അതുപോലെ തന്നെ എന്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തില് ഈ അഡ്വക്കേറ്റിനെ നമുക്ക് പിന്നെ ഹൈക്കോടതിയിൽ അതിലേക്ക് നമ്മൾ നിയോഗിക്കുകയായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. പുള്ളിക്ക് കുറച്ച് നമ്മുടെ സംസാരത്തിൽ നിന്ന് പുള്ളിക്ക് ഒരു മിനിറ്റ് നമ്മളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ മുഖമോ അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ചൊന്നും നമ്മൾക്ക് ആർക്കും ബുദ്ധിമുട്ട് വന്നില്ല. നമ്മളെ സംബന്ധിച്ച് ഈ ഡിലേ വന്നപ്പോഴാണ് നമ്മൾ ഓരോരുത്തർ അവിടെ ഏറ്റിരുന്നും കൊണ്ട് മുറുമുറുപ്പ് തുടങ്ങിയത് എല്ലാവരും. അതെ, അതിപ്പോ അദ്ദേഹം വന്ന് ക്ലാരിറ്റി ചെയ്തപ്പോഴേക്കും നമുക്കൊരു അത്യാവശ്യം കോൺഫിഡൻസിലെത്തി. ഇപ്പം ഇന്റർമീഡിയറ്റ് ആയിട്ട് നിന്ന നിങ്ങൾ സജിത്ത് ഉൾപ്പെടെ ഉള്ളവരെ ഇപ്പൊ ഞങ്ങൾ റിലീസാക്കിയില്ലേ. ഇല്ല, എന്തായാലും ഈ കാര്യം പെട്ടെന്ന് ചെയ്യാം. നമുക്ക് എന്തായാലും ചെയ്യാം. ഞങ്ങളത് കാരണം നമുക്ക് അത്യാവശ്യം കാര്യങ്ങളായി ആയി. അപ്പൊ ഈ ഒരു പോയിന്റ് ഇനിയിപ്പോ അദ്ദേഹത്തിന് പറഞ്ഞ അഡ്വൈസ് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം. ഇച്ചിരി എക്സ്പെൻസീവ് ആണെങ്കിൽ അതിനനുസരിച്ച് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ അപ്പൊ ഈ വീക്ക് തന്നെ നോക്കാം. ഒരു മീറ്റിംഗ് വിളിക്കാൻ വേണ്ടി എല്ലാവരും സൗകര്യപ്രകാരം നോക്കാം. നിങ്ങൾ എല്ലാവരും സൗകര്യപ്രകാരം നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്തൊക്കെ അതെ നിർബന്ധം ചെയ്യിക്കാം. എന്തായാലും ഫസ്റ്റ് മുനിസിപ്പാലിറ്റി നോക്കാം. അതെ, നോക്കാം. ഹൈക്കോർട്ടിലോട്ട് പോവാം. എത്രയും പെട്ടെന്ന് അവിടെ ഒരു നോട്ടീസ് ബോർഡ് നമ്മുടെ അസോസിയേഷന്റെ പേര് വെച്ച് അത് പ്രശ്നമൊന്നുമില്ല. അത് ചെയ്യാം. അതന്നെ ഈ കാര്യത്തിനൊക്കെ ഈ പറഞ്ഞ പോലെ അതിലൊരു ഫോർമൽ കമ്മിറ്റി നമുക്ക് രൂപീകരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ആ കമ്മിറ്റിയുടെ ചുമതലയിൽ ആ കമ്മിറ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങൾക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം. കാരണം നാളെ കോടതി പോകുമ്പോൾ ചിലപ്പോൾ ഭാസ്കരൻ തന്നെ പറയും ഇങ്ങനെ ഒരു അസോസിയേഷൻ ഉള്ളതായിട്ട് അയാൾ പോലും അറിഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല എന്ന്. കാരണം വേറൊരു കാര്യം ഞാൻ പറയാം സാറേ.
അവരുടെ സെക്യൂരിറ്റി എല്ലാം അവരുടെ ആൾക്കാരാണ്. അവര് നമ്മൾ നോട്ടീസ് ബോർഡ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നാളെ അവിടെ വെച്ചിരിക്കണമെന്നൊന്നുമില്ല, അതൊക്കെ എടുത്ത് കളയാം അവർക്ക്. അന്നേരം വകുപ്പ് മാറും. അന്നേരം നമ്മൾ സെക്യൂരിറ്റി എടുത്ത് വിളി കളയാം. തയ്യാറെടുപ്പ് നമുക്കുണ്ടാവും. അതിനുള്ള അല്ല ഇപ്പോഴും സെക്യൂരിറ്റിക്ക് എന്തായാലും അയാൾ തന്നെയാടും ഇല്ല, ഉറപ്പാണ്. ഉറപ്പാണ്. ഞങ്ങള് ഓടിച്ചാൽ എടുത്ത് മാറ്റാനുള്ള അവകാശം സെക്യൂരിറ്റി ആ തന്നെയുടെ എന്താ ഉണ്ടാവും നോക്കാൻ വരുന്നതെന്ന് പറഞ്ഞാൽ അയാളാണ് ശമ്പളം കൊടുക്കുന്നത്. അയാൾ അയാളെ വിളിച്ച് പറയും. അയാൾ പറയട്ടെ, അതൊന്നും നമ്മൾ ചിന്തിക്കണ്ട. അപ്പൊ റോഡിൽ ഇറങ്ങിയ വണ്ടി ഇടിക്കാൻ തട്ടിയ മുട്ടുകയൊക്കെ ചെയ്യും. സാറേ, ഞാൻ ഇതിൽ എല്ലാത്തിലും തയ്യാറാണ്. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിൽ വരുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. വരുന്നതിന് നമ്മള് പിന്നെ ഈ പറഞ്ഞതുപോലെ ഫൈറ്റ് ചെയ്യേണ്ടിയുണ്ട്. പറ്റുള്ളൂ. നമുക്കൊരു യുദ്ധം, തുറന്ന യുദ്ധം ഉണ്ടെങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റൂ. അതെ അത്ര തന്നെ അത് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാം. എന്തായാലും നോട്ടീസ് പോയ കാര്യം ഞാൻ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാം. നോട്ടീസ് ബോർഡ് വെച്ച് റെക്കോർഡായിട്ട് അതിന്റെ ഫോട്ടോ വാട്സാപ്പിൽ എല്ലാ ടെനൻസിനും അയച്ചു കൊടുക്കുക. റെഡിമെയ്ഡ് വാങ്ങിട്ടു കുഴപ്പമില്ല. അത് വാങ്ങിട്ടു. നാളെ തന്നെ നോട്ടെ. നാളെ പെട്ടെന്ന് നോക്കാം. നാളെ ഞാൻ കുറച്ച് ക്ലോസ് ചാല മാർക്കറ്റ് ഉണ്ട് എനിക്കറിയാം. പ്രീമിയറിൽ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേഷനറിയിലുണ്ട്. എന്നിട്ട് അത് റെഡിമെയ്ഡ് വാങ്ങിട്ടു ചാല മാർക്കറ്റ് ഉണ്ട്. നമ്മളെ കമ്പനി അതേമാതിരി ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അയ്യാ നോക്കിക്കോളാം, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാം. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത മീറ്റിംഗ് വിളിക്കാം. അതുവരെ എന്തായാലും നോക്കാം. അതെ അതെ തീർച്ചയായിട്ടും. തീർച്ചയായും അതെ. അല്ല ഒന്ന് എല്ലാവരും പങ്കെടുപ്പിക്കുക, അതാ നല്ലത്. മൊത്തം ആൾക്കാർ വരണം. അതെ, ഇപ്പൊ പങ്കെടുക്കാൻ കഴിയുന്നത് മറ്റേ പുറത്തുള്ള എല്ലാവരും ഒന്ന് ചെറിയ അത്യാവശ്യ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ ഒന്ന് മാറ്റി വെച്ചിട്ട് പങ്കെടുക്കാൻ പറയുക. ഇത് നമ്മുടെ ഒരു ക്രൂഷ്യൽ മീറ്റിംഗ് ആണ്. അതെ തീർച്ചയായും അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കോട്ടെ. അപ്പൊ ഓക്കെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.